ദൈവിക ശിക്ഷയിൽ നിന്ന് പകൽക്കാലങ്ങളായിരിക്കാൻ ദൈവം മഹത്വപ്പെടുത്തുവാൻ, സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിക്കുവാൻ, ഈ ദേശത്ത് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ കൂട്ടുവരുത്തി എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുകുട്ടികൾ, ഹല്ലേലൂയ, പ്രിയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന അവിടുത്തെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഈ ആലയം ഞങ്ങളുടെ ഉള്ളുകളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്നെ നയിക്കും. ശുശ്രൂഷകൾ എല്ലാം ആശീർവദിക്കും. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. ഇന്ന് പകൽക്കാലം ആരാധനയ്ക്കായി കർത്താവിനെ കൂട്ടിവരുത്തിയല്ലോ. ദൈവസന്നിധാനമായിരിക്കുമ്പോൾ നിന്റെ പാട്ടുകൾ പരമ്പര പാടി ദൈവത്തെ ആരാധിപ്പാൻ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കരങ്ങളെ തട്ടി ചേർത്ത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആമേൻ. പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ ഒരാഴ്ചയുടെ കർത്താവ് നമുക്ക് ആമേൻ ഹല്ലേലൂയ ഈ ലോകത്തിൽ ആമേൻ ആയിരിക്കുന്ന കർത്താവ് നമുക്ക് ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം, വാഴ്ത്താം. ഹല്ലേലൂയ. ആമേൻ. അവന്റെ സന്നിധിയിലായിരിക്കുന്നത് വേറെ ആയിരം ദിവസങ്ങളെക്കാൾ ഉത്തമമാണ്. ഹല്ലേലൂയ. അത് നിമിത്തം നാം സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാം, വാഴ്ത്താം. അവൻ ചെയ്ത എല്ലാ ഉപകാരങ്ങളും ഭൗതികമായ നമ്മുടെ ജീവിതത്തിലും ആത്മീയമായ നമ്മുടെ ജീവിതത്തിലും അവൻ ചെയ്ത ഉപകാരങ്ങൾ, ഹല്ലേലൂയ. ആമേൻ. ആത്മീയമായ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലായ്മയിൽ നമ്മെ കർത്താവ് അവന്റെ ഛായയിൽ നമ്മെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അവന്റെ സാദൃശ്യത്തിലും വിശ്വസ്വരൂപത്തിലും അവൻ ഹല്ലേലൂയ നമ്മെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അവൻ ഭൗതികമായി നാം ചിന്തിക്കുകയാണെങ്കിൽ അന്നവസ്ത്രാദി നന്മകൾ ഹല്ലേലൂയ നമുക്ക് ഒന്നിനും കുറവില്ലാതെ അവൻ അനുഗ്രഹങ്ങളും നന്മകളും നൽകി നമ്മെ നടത്തി. ആ കർത്താവിന്റെ ദയയും കരുണയും ധ്യാനിക്കുന്ന പാട്ട് അവൻ നിൻ മഹാകൃപയ്ക്കായി അവൻ ഒന്നുമില്ലായ്മയിൽ നിന്നെ നിങ്ങളുടെ ഛായ എന്നുള്ള പാട്ട് ധ്യാനത്തോട് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാൻ, വാഴ്ത്താം. ഹല്ലേലൂയ.
നമ്മെ ചൊരിഞ്ഞ് ഹല്ലേലൂയ നാശമില്ലാത്ത അവകാശം നമുക്ക് നൽകി നമ്മെ മക്കളാക്കി തരുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ഇത് പകൽക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒന്നുമില്ലായ്മയിൽ കൊണ്ടുവന്ന ദൈവത്തിന്റെ കരുതലായി ഹല്ലേലൂയ. നമുക്കെല്ലാവരും എഴുന്നേറ്റ് കൊണ്ടെടുത്ത് പാട്ട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. മഹത്വത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യനായ നമ്മുടെ കർത്താവിനെ, സ്തോത്രത്തിനും യാഗത്തിനും എല്ലാം യോഗ്യൻ. ഹല്ലേലൂയ. ദൂതസംഘം അണമുറിയാതെ സ്തോത്രം നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന ആ ഒരു വലിയ ധ്വനിയോടുകൂടെ സ്വർഗാതിസ്വർഗങ്ങളിൽ നമ്മുടെ ദൈവത്തിന് ആരാധന കഴിക്കുമ്പോൾ താണഭൂമിയിലായിരിക്കുന്ന ബലഹീനരും കുറവുള്ളവരുമായ നമ്മെ കർത്താവ് കരുതി ഹല്ലേലൂയ നമ്മിൽ വസിപ്പാൻ നമ്മെ തിരഞ്ഞെടുത്ത ഒരു മന്ദിരമാക്കി ഇന്ന് ഹല്ലേലൂയ സകല പ്രകൃതിയും ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ ഏഴകളായ നമുക്കും ഇന്ന് മുതൽക്കാലം ആലയത്തിൽ കൂടി വന്ന് കർത്താവിന്റെ മഹത്വത്തെ നാവിനാൽ പ്രകീർത്തിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിച്ചാണ്. അനേകരുടെ നാവിൽ സ്തുതിയില്ലാതിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ നാവിൽ പുതിയ പാട്ട് തന്ന സ്തുതി തന്ന ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് പകൽക്കാലം നിമിഷങ്ങളിൽ മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിലുള്ള പാട്ട് ചേർന്ന് പാടി കരങ്ങളെ തട്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിന് മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിന് മഹത്വത്തിനും സ്വപ്നയാഗത്തിനും ലോകമാനത്തിനും ലോകയാഗത്തിനും ലോകത്തിനും സ്വപ്നയാഗത്തിനും ലോകമാനത്തിനും സ്വപ്ന
മോഷണത്തെ അടിയും കങ്ങളുടെ സന്നിധിയിൽ കടന്നു ഭൂമിയിൽ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അടികളായിരുന്ന ഇടങ്ങളിലും അടികളായിരുന്ന മേഖലകളൊക്കെ അങ്ങയുടെ വലിയ കരുതൽ ദൈവം കഴിഞ്ഞ നാളുകളിൽ അടികൾ അനുഭവിച്ചറിയുവാൻ തന്ന എല്ലാ സൗഭാഗ്യങ്ങളായ സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ച വരുന്ന 1-ാം ദിവസം ദൈവം അടികൾക്ക് കടന്നു വന്ന ദൈവം അങ്ങ് അടികൾക്ക് ചെയ്തു തരുന്ന സകല ഉപകാരങ്ങളും ഓർക്ക് നന്ദി അറിയിക്കാൻ അപ്പോൾ സ്തോത്രം ചെയ്യുന്നു. അടികൾ ഓർക്കുമ്പോൾ അടികൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാനോ അങ്ങയുടെ സന്നിധിയിൽ ഇരിപ്പാനോ അങ്ങനെ അബാപിതാവിനെ വിളിപ്പാനോ യാതൊരു ജോലിയില്ലായിരുന്നു. അടിയങ്ങളെ അങ്ങ് കണ്ടു വിളിച്ചു വേർതിരിച്ചു മക്കളും പ്രിയ മക്കളും ദൈവം ആക്കി തീർത്തെല്ലാം വിളിക്കാൻ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ആരാധന അങ്ങയുടെ കരങ്ങളും മുഖ്യമായി സമർപ്പിക്കുന്നപ്പോൾ നിങ്ങൾക്ക് സങ്കീർത്തനം അടികളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനിടയാകണം. കുഞ്ഞുങ്ങളുടെ വാക്യങ്ങൾ അടികളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനിടയാകണം. സാക്ഷ്യങ്ങൾ അപ്പോൾ അത് അടികളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനിടയാക്കിയ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ അടികൾ കേൾപ്പാൻ ഇടയാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷാദൈവമേ അത് അടികളുടെ ജീവിതത്തിലുള്ള എല്ലാ കൃപകളും സഹായിക്കുന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവമേ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ അടികളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ആരാധനയിൽ ദൈവം ആരെങ്കിലും മനപ്രയാസത്താൽ ദൈവമേ രോഗത്താൽ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ വിടുതലോടെ തിരികെ കടന്നു പോകുക ഇടയാകണമേ ഓർത്ത് പ്രാർത്ഥന. അതിൻ്റെ വലിയ സാന്നിധ്യം അടികളുടെ നടുവിലുണ്ടായിരിക്കുന്ന എല്ലാം കൃപയ്ക്കായി നീ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം എല്ലാം യേശുവിന്റെ തന്നെ. പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ കേൾക്കാം. സങ്കീർത്തനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. 113-ാം സങ്കീർത്തനം ബാക്കി ഗാനമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. Psalm 113, 113. Read that responsibly and give glory to Him. സങ്കീർത്തനം Psalm 113. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശരായുള്ളൂ. അന്യവനെ പുഴയിൽ എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിർത്തുകയും ചെയ്തു. മുൻപിലമാക്കി ചേർന്ന് വായുവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ. പകൽക്കാലം നമ്മുടെ കലങ്കര ഉയർന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. We praising God. English God will come forward and sing a song and give glory to God. ഒരുമിച്ച് നിങ്ങളോട് ചേർന്ന് വീണ്ടും അല്പസമയം ദൈവത്തെ ആരാധിക്കാൻ സമയത്ത് വേർതിരിക്കുക. ഹല്ലേലൂയ. ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. Praise the Lord. In Lamentations chapter 3 verses 24 we read, "The Lord is my portion, says my soul, therefore I will hope in Him." Whenever we go through any situations in our life, whether it's tough situations or even whether it's exciting situations, do we share that with God? Do we put our hope on Him? Or do we trust to put our hope with our friends, with our teachers, with our family, with people that we know around us, or even with pastors? Who do we usually put our hope on? And during these tough times, are we able to say that, God, you are my hope? Are we able to confess to Him saying that there's nobody that I can run to other than you. There's nobody that I can confess my dependency other than you. And like I said, it's not just during the good times, but also during the exciting or the tough times. And we should make sure that during these times we are able to worship Him. During our ups and during our downs, we put our hope on Him and we worship Him at the same time. So I request all the viewers to sing this old song with us. Lord, I come, I confess, bowing here.
worship you, to glorify your holy name. As we are in your presence, O God, we pray that your blessing and your deliverance and your grace and mercy, everything shall be upon our lives, Master. For this day we dedicate for your glory, and we submit ourselves, O God, openly into thy mighty hands, O God. Hallelujah. We surrender our lives unto your holy name, so that we can be blessed, delivered, O God. Hallelujah. Exalted by your name. Hallelujah. At the right hand, you exalt us, O God. And you are high above every other name. And you are our Savior, you are our Master, you are our Redeemer. We glorify your holy name, Master. Thank you, Lord, for hearing our prayers. In Jesus' mighty name we pray. Please be seated. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട പകലിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നാം വരുമ്പോൾ 113 സങ്കീർത്തനം. ഹല്ലേലൂയ. Praise the Lord. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. Psalm 113 to Psalm 118 is coming under the group of the famous Egyptian Hillel Psalms. മിസ്രൈമിൽ നിന്നുള്ള അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ദൈവജനം അവർ ആഘോഷിക്കുന്ന, അവർ ദിവസങ്ങളിൽ കൊണ്ടാടുന്ന ഉത്സവമാണ് പെസഹ പെരുന്നാൾ. ആ പെസഹയിൽ അവർ പാടുന്ന സ്തോത്രം സാധാരണ ട്രഡീഷണലി they sing this song, these psalms, Psalm 113 through Psalm 118. These psalms especially, they explain about the marvelous works of God that led to their freedom from the slavery in Egypt. മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് അവർക്ക് വിടുതൽ പ്രാപിച്ച അനുഭവങ്ങളെ വർണ്ണിക്കുന്ന ഒരു ചില സങ്കീർത്തനങ്ങളാണ് 113 സങ്കീർത്തനം മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ. ഈജിപ്ഷ്യൻ ഹില്ലേൽ എന്ന് പറഞ്ഞാൽ സ്തുതി. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്തോത്രം യഹോവയ്ക്ക് സ്തുതി എന്നാണ് അതിനകത്ത് സ്തോത്രം ഹില്ലേൽ. So praise God, praising God because of their deliverance from the bondage and slavery from Egypt. In this psalm we can see that this psalm is very clearly says about a God high and exalted. ഉന്നതനും ഉയർന്നവനും ഹല്ലേലൂയ മഹത്വത്തിൽ അധിവസിക്കുന്നവനുമായ യഹോവയായ ദൈവത്തിന്റെ നാമത്തെ വാഴ്ത്തിപ്പാടുന്ന സ്തോത്രം. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സകല ജാതികൾക്കും മീതെ അവന്റെ മഹത്വമുണ്ട്. ഉന്നതങ്ങളിൽ അധിവസിക്കുന്നവനായ നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശൻ ആരുള്ളൂ? ആകാശവും ഭൂമിയിലുള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. സ്തോത്രം. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു. സ്തോത്രം. പ്രഭുക്കന്മാരുടെ കൂടെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് തന്നെ ഇരുത്തുന്നു. Hallelujah. He will exalt the poor and lift them from the ash and the dust and make them sit with the princes. Praise God. Hallelujah. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഒരു മാറ്റം നാം ആഗ്രഹിക്കുന്നെങ്കിൽ നാം മറ്റേത് വിഷയത്തിനോടും ഏതൊരു കഷ്ടപ്പെടുന്നതിന് മുമ്പ് ദൈവസന്നിധിയോടാണ് നാം എടുക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം കർത്താവിനാണ് ഒരുവനെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ മാറ്റി വ്യത്യാസം നൽകുവാൻ കഴിയുന്നത് കർത്താവാണ്. ഹല്ലേലൂയ. ദൈവം ഒരുവനെ ഉയർത്തുവാൻ ആഗ്രഹിച്ചാൽ, ദൈവം ഒരുവനെ കടാക്ഷിച്ചാൽ, ഒരുവന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ, ദൈവത്തിന്റെ മുഖപ്രസാദം ലഭിച്ചാൽ, if God's favor is upon us, if we are gracious, if we are worthy enough, if we receive the grace and mercy of God to receive the favor of God, hallelujah, that is a great privilege in our life. Hallelujah. ദൈവത്തിന്റെ ഒരു പ്രസാദം കൃപ നമ്മുടെ മേൽ ഉണ്ടാകുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ, അവിടുത്തെ കൃപ, അവിടുത്തെ കടാക്ഷം എൻ്റെ മേൽ ഉണ്ടാകുവാൻ ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. അവസാനത്തെ വാക്യത്തിൽ പറയുന്നതാണ്, വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ. This is part of, then it is coming to the personal need of a person. Hallelujah. Of a child of God. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യം നമ്മൾ വിചാരിക്കുന്നത് ദൈവം ലോകകാര്യങ്ങളെ ക്രമീകരിക്കാൻ ദൈവം ബന്ധപ്പാട്ടിരിക്കുക, അതിനിടയ്ക്ക് എന്റെ ചെറിയ പ്രാർത്ഥനയ്ക്ക് എവിടെ കേൾക്കാൻ ദൈവത്തിന് സമയമെന്ന് ചിന്തിക്കല്ലേ. നമ്മുടെ ദൈവത്തിന് ഒരു പ്രത്യേകത ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം നൽകുന്നതും എന്റെ ദൈവമാണെന്ന് മനസ്സിലാക്കണം. കാക്കക്കുഞ്ഞിന്റെ കാര്യത്തിൽ കേട്ട ആരും പോയി കഥോറും നോക്കാറില്ല, ഏടാ കാക്ക കരയുന്നത്, എന്തോ കുഴപ്പമൊന്നും ആയി നോക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? എന്നാൽ കർത്താവ് 2 ഗ്ലാസിന് 5 കുരിയലിനെ വാങ്ങിച്ചാൽ സ്തോത്രം അവരൊന്നിനെ പോലും മറക്കാതെ, അതിന്റെ ഒരു കണക്കുണ്ട്. 2 ഗ്ലാസിന് 5 കുരിയൽ എന്ന് പറഞ്ഞാൽ 2 ഗ്ലാസ് സാധാരണ 4 കിട്ടും, 5-മത്തേത് ഫ്രീ ആണ്.
ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം പോയാലും കുഴപ്പമില്ല. പക്ഷെ ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന കുരുകിൽ എന്ന് പറഞ്ഞാൽ വിലയില്ലാത്തൊരു സാധനം വസ്തുത. So it is not at all having any value. Praise God. അങ്ങനെ സ്തോത്രം വാങ്ങിക്കുന്ന ഒരു സാധനത്തിന് പോലും എന്റെ ദൈവത്തിന്റെ കരുതുണ്ടെന്ന് പറഞ്ഞാൽ കർത്താവ് ഗുരുയുടെ പുറകെ നടക്കുന്നുള്ളതല്ല. സ്തോത്രം അതിന്റെ അർത്ഥം ഈവൻ ഇൻ ദ മൈന്യൂട്ട് തിങ്സ് ഓഫ് യുവർ ലൈഫ്, പ്രൈസ് ഗോഡ്, അവർ ഗോഡ് ഹാസ് ഗ്രേറ്റ് കൺസേൺ. ഹല്ലേലൂയ. അങ്ങനെ പ്രിയപ്പെട്ട ഇന്ന് പകൽക്കാലം ദിവസം ഇരുന്നുകൊണ്ട് എന്റെ വിഷയത്തിന് ഹല്ലേലൂയ, പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാത്തത് നാം തന്നെ നമ്മുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് മിടുക്കുണ്ടെന്ന് ചിന്തിക്കുമ്പോഴാണ്. സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്കറിയാൻ കഴിയും, ഏതൊരു ചെറിയ കാര്യത്തിലും ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആട്ടിടനായ ദാവീദ് സിംഹാസനത്തിലെത്തി ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായത്. ഇന്നും ദാവീദിന്റെ സിംഹാസനത്തിന് ഒരു അഴിവില്ലെന്ന് ദൈവത്തിന്റെ നിത്യ നിയമം നിലകൊള്ളുന്നത്. ഇത് പകൽക്കാലം നമ്മുടെ ദൈവം ഉന്നതന. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തിനോടൊപ്പം ഒന്നും പറയാനില്ല. പക്ഷെ താഴെയുള്ള നമ്മുടെ ഏതൊരു ചെറിയ ആവശ്യം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലുണ്ട്. നീ ഹൃദയതുറക്കത്തോടെ ഭാരത്തോടെ ഹല്ലേലൂയ നിന്റെ കൺസേൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്റെ വ്യക്തിപരമാകാം. ഹല്ലേലൂയ. ഈ സമൂഹത്തെ നോക്കിയുള്ളതാകാം. ഹല്ലേലൂയ. എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ സ്തുതിക്കാൻ കഴിയുമോ? എന്റെ കാര്യം കരുതുന്ന എന്നെ കരുതുന്ന ദൈവമുണ്ടെന്നുള്ള ഉറപ്പ്, എന്റെ ആവശ്യങ്ങൾ, ഞാൻ പറയാത്ത ആവശ്യങ്ങൾ പോലും എന്റെ ഹൃദയത്തിൽ ആരോ ഒരു വ്യക്തിയോട് ഷെയർ ചെയ്യാതെ ഇവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാത്തത്. ഹല്ലേലൂയ. ചിലപ്പോൾ ഞാൻ കരയുമ്പോൾ, നിലവിളിക്കുമ്പോൾ, ആത്മതപനം ചെയ്യുമ്പോൾ, എന്റെ ഉള്ളിൽ ഹല്ലേലൂയ അസ്വസ്ഥത നേരിടുമ്പോൾ എന്തുകൊണ്ടാണെന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത, എന്റെ അകത്തളത്തിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ദുർഗക്കാർ പോലും തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണെന്ന്, ഓ ദരിദ്രരുടെ കുപ്പയിൽ ഉയർത്തുന്ന, ഓ പ്രമുഖന്മാരോട് ഇരുത്തുന്ന, മത്സ്യായവർക്ക് മക്കളെ നൽകുന്ന, ഓ ഇല്ലായ്മയിൽ എല്ലാത്തെ വിളിച്ചു വരുത്തിയ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം, ആ കൃപ, ആ ഫേവർ, ആ പ്രസാദം നിന്റെ മേൽ, നിന്റെ തലമുറകളുടെ മേൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. Glory to God. Hallelujah. നമ്മുടെ ദൈവം വിശ്വസ്തനായ വാക്കുവാദികൾ മാറുന്നവരല്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇനി ഇതിന്റെ മേൽ എന്ത് സംഭവിക്കാനാ? കാര്യങ്ങൾ മുറുകുകയാണല്ലോ, പ്രതികൂലങ്ങൾ അടിക്കടി വരികയാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഹൃദയത്തിന്റെ ആഴത്തിൽ വിശ്വസിച്ച് നീ ഒരു പ്രാർത്ഥന ഉരുവിട്ടാൽ അതിന്മേൽ നടകൊള്ളുന്ന എന്റെ ദൈവത്തിന്റെ ഒരു സാന്നിധ്യമുണ്ട്. എത്ര സുനിമൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് മീതെ ദൈവത്തെ ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ വിടുതലിന്റെ ആരം, അടിസ്ഥാനം. പ്രശ്നത്തിനൊപ്പം നിർത്തിയാൽ പോലെ ദൈവത്തെ, പ്രശ്നത്തിന് താഴെയല്ല. സ്തോത്രം. നമ്മുടെ പ്രശ്നത്തെക്കാളൊക്കെ മുകളിൽ we have to exalt the name of our God high above, praise God, hallelujah, our situation, hallelujah. ചില ചെറിയ പ്രശ്നം മതി നമ്മുടെ സമാധാനം പോവാൻ. ഒരാളുടെ മുഖം ഒന്ന് കറക്കാൻ മതി, സ്തോത്രം. അല്ലെങ്കിൽ ഒരാളുടെ ഒരു വാക്ക് മതി പലപ്പോഴും ചിലർക്ക് ഡൗൺ ആയി പോവാൻ. സ്തോത്രം. ഈ കഴുകനും കാക്കയും തമ്മിൽ വ്യത്യാസമുണ്ട്. കഴുകന്റെ അടുത്ത് പോയി കഴുകനെ ഉപദ്രവിക്കാൻ, കഴുകനെ ചൊറിയാൻ, അല്ലെങ്കിൽ കഴുകനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ധൈര്യമുള്ള ഒരേ ഒരു ജീവിയുള്ളൂ പക്ഷികളുടെ കൂട്ടത്തിൽ കാക്കയാണ്. പക്ഷെ ഈ കാക്ക എത്ര മാത്രം കഴുകിന് അടുത്ത് പോയി ചൊറിഞ്ഞാലും ചിറകിട്ടടിച്ചാലും കഴുകൻ മൈൻഡ് ചെയ്തില്ല. കഴുകൻ ഒരു ഓടാതെ പോലും പറയത്തില്ല. കഴുകൻ എന്തെന്നറിയാമോ? സ്തോത്രം. കഴിവ് ഉയരത്തിലേക്ക് പോകണം. കാക്ക പിന്നെ വരും. പക്ഷെ കഴുകൻ എത്രയോ മോൾട്ടിട്ട് ഉയർത്തി പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ കാക്ക തളരും. കാരണം കഴുകനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എത്ര ഉയരത്തിൽ പറഞ്ഞാലും അത് തളരത്തില്ല. എത്ര ഉയരത്തിൽ പറഞ്ഞാലും ഓക്സിജൻ കിട്ടും. നമുക്കൊക്കെ കാരണം ഇച്ചിരി മല കൂടി കയറി കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ ലങ്സ് ഒക്കെ പ്രവർത്തന രഹിതമാണ്. ഒരുപാട് ഉയരത്തിൽ വരും. ഞാൻ ആദ്യമായിട്ട് എവിടെ നമ്മൾ ഭയങ്കര പ്രയാസപ്പെട്ടു. ഞാൻ എന്തോടാ ഭയങ്കര പോരാന്ന് വിചാരിച്ചു. എന്തോ വിഷയം എന്താ ചോദിച്ചാൽ പറഞ്ഞ സാരമില്ല, ഇതിങ്ങനെ ഉള്ളതാ. കാരണം ഇത്രയും ഓൾട്ടിറ്റ്യൂഡുള്ള സ്ഥലത്തെ സ്ഥിരമായി പാർന്നിട്ടില്ലാത്തതുകൊണ്ട് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുപോലെയൊക്കെ തോന്നി. കഴുകിന് ഉയരത്തിലേക്ക് പറഞ്ഞു കഴിയുമ്പോൾ കാക്കയ്ക്ക് ചെല്ലാവുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അത് കഴിയുമ്പോൾ കാക്ക ഇത് വിടും, കാക്ക പണി വിടും, കഴുകു ഉയരത്തിൽ പറഞ്ഞു. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ, നിങ്ങളുടെ ഹൃദയങ്ങളെ അലട്ടുന്ന ഈ ആലയത്തിനകത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ബാധിക്കുന്ന, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഞരക്കമുള്ള, അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങളുടെ മേൽ പരിഹാരം ഈ സമതലത്തിലല്ല,
നാം ആയിരിക്കുന്ന ചിന്താശാഖയിലല്ല, നമ്മുടെ മാനുഷിക ചിന്തയുടെ മണ്ഡലത്തിലല്ല. നീ ഉയർത്തപ്പെടേണ്ടതുണ്ട്. ഹല്ലേലൂയ. നീ ഭൂമിയിലായിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ, ഹല്ലേലൂയ, നിന്റെ ചിന്തകളെ, നിന്റെ ആത്മാവിനെ ഉയരത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ആ ദൈവത്തിന്റെ മഹത്വമായ ചിന്തകളിലേക്ക് നീ ഉയർത്തുമ്പോൾ ഈ ഭൂമിയിലെ ചിന്തകൾ വിട്ട്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഉയരത്തിലേക്ക്. അതുകൊണ്ട് അവര് യഹോവയിൽ ആശ്രയിക്കുന്നവർ അവർ, ഹല്ലേലൂയ, കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. നമുക്കറിയാം കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരാൻ കഴിയുന്നില്ല. പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളുമായി നാം ദൈവസന്നിധിയിലേക്ക് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുന്ന, പ്രശ്നങ്ങൾക്ക് മീതെ സഞ്ചരിക്കുന്ന, ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്ന, ഹല്ലേലൂയ. ഇതുപോലെ കാലം എത്ര പേർക്ക് ഞാൻ പറയുന്നത്, how many of you understand what I'm really saying? Hallelujah. Many times God would like to exalt you. Hallelujah. മറ്റേ പക്ഷെ ഇല്ലാതാക്കിയല്ല അവിടെ, അല്ലെ അതിനെ ഉപദ്രവിച്ചല്ല, അതിനോട് ഫൈറ്റ് ചെയ്യുവല്ല, അതിനും മീതെ, പ്രശ്നങ്ങൾക്കും മീതെ, പ്രശ്നം അതിനെ സ്പർശിക്കുവാൻ കഴിയാത്ത ഒരു മാനസിക ആത്മീക നിലവാരത്തിലേക്ക് നിന്നെ ഉയർത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇതുപോലെ എത്ര വിശ്വസിക്കുന്നു. God can raise you, God can exalt you to a situation, to a level where these challenges cannot touch you, cannot bother you, cannot interfere in your life, cannot challenge you. നിന്നെ വെല്ലുവിളി ഉയർത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എന്റെ ദൈവത്തിന്റെ കരം നമ്മൾ ഉയർത്തുന്നവരായ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സംഗീതകാരൻ പാടുന്നത്, യഹോവ ഉന്നതനാ. ഹല്ലേലൂയ. അവന്റെ നാമം എന്നേക്കും ഉയർന്നതാ. ഹല്ലേലൂയ. പ്രൈസ്. ഉന്നതത്തിൽ അധിവസിക്കുന്നവനാ. ഇതുപോലെ കാലം ദൈവത്തെ പിടിപ്പാൻ, ദൈവത്തിൽ ആശ്രയിപ്പാൻ നമുക്കിടയായി തീരണം. ചില വിഷയങ്ങൾക്ക് ഈ ഭൂമിയിൽ ഉത്തരമില്ല കേട്ടോ. ഈ ചില വിഷയങ്ങൾക്ക് നാം ഇപ്പൊ ചിന്തിക്കുന്ന തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം ലഭിക്കത്തില്ല. ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിപ്പാൻ, to stand with God, to look at things. Hallelujah. പലപ്പോഴും നമ്മെ ഉയരത്തിലേക്ക് ഉയർത്തിയാണ്. സ്തോത്രം. ഹോക്ക് ഐ വ്യൂ എന്നൊക്കെ പറയുന്നത് പോലെ നേരിട്ട് കാണുന്നതിലൊക്കെ വ്യത്യസ്തമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, എലീശയ്ക്ക് ചുറ്റും നിന്ന സൈന്യത്തെ എലീശയ്ക്ക് കാണാൻ പറ്റി, എന്നാൽ ഗേഹസിക്ക് കാണാൻ കഴിഞ്ഞില്ല. കാരണം അവന്റെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നില്ല എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ചില കാര്യങ്ങൾ കാണാൻ നാം ദൈവസന്നിധിയോട് വളരെ അടുത്തേ പറ്റും. ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ ദൈവപാദപീഠത്തിലേക്ക് നമ്മൾ ഒത്തിരി അടുത്തേ പറ്റും. നമ്മൾ ദൈവത്തെ ഒത്തിരി അകന്നു പോകുമ്പോൾ ദൈവം ചില പ്രശ്നങ്ങളൊക്കെ ഇടും. ഹല്ലേലൂയ. ആ മഹത്വം ദർശിപ്പാൻ, ഹല്ലേലൂയ, ചില മഹത്വങ്ങൾ വെളിപ്പെടണമെങ്കിൽ, ഹല്ലേലൂയ, ലാസർ മരിച്ചേ മതിയാകൂ. അവൻ 4 ദിവസം താമസിച്ചേ വരത്തുള്ളൂ. ഹല്ലേലൂയ. കല്ലറക്കകത്തവൻ ആയേ മതിയാകൂ. എന്നാൽ ഒരു നാൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ പുറത്തു വരിക എന്ന് പറഞ്ഞുകൊണ്ട് എന്നേക്കുമായി അടയപ്പെട്ട വിഷയങ്ങൾ തമ്മിൽ എന്നേക്കുമായി ഉത്തരം ലഭിക്കത്തില്ല. എന്നേക്കുമായി അവസാനിച്ചു എന്ന് പറയുന്ന വിഷയങ്ങളുടെ മേൽ എന്റെ ദൈവത്തിന്റെ കരം ചലിച്ച് അതിനെ തുറക്കുന്ന, അതിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിലുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നത്? പകൽക്കാലം അടഞ്ഞ അധ്യായങ്ങളെ തുറന്ന് പുതിയ അധ്യായങ്ങളെ ചേർത്ത് എഴുതുമാറാക്കുന്ന എന്റെ ദൈവത്തിന്റെ കരത്തിന്റെ പ്രവർത്തിക്കാനായി ഇതുപോലെ ദൈവത്തെ സ്തുതിച്ചാണ്. പലരും ഭാരമുള്ള ഹൃദയത്തോടെ ആയിരിക്കുന്നത്. അൺസർട്ടനിറ്റി പലതും ഉണ്ടാകാം. കാര്യങ്ങൾ തകിടം മറിയുന്നല്ലോ, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാകാം. പകൽക്കാലം ദൈവത്തിന്റെ ആശ്രയം വെച്ചാൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്നെ, നിന്റെ തലമുറയെ, നിന്റെ ഭാവിയെ, നിന്റെ ഉപജീവന മാർഗത്തെ, നിന്റെ നന്മയെ, നിന്റെ ആത്മീയ ജീവിതത്തെ, നിന്റെ ഹൃദയത്തിലുള്ള ഭാരത്തെ എല്ലാം വെച്ചാൽ എന്റെ കർത്താവ് ഒരു വിടുതൽ ലഭിപ്പാൻ ഇന്ന് പകൽക്കാലം അവൻ അത്രയ്ക്ക് ഉന്നതനാ. ഹല്ലേലൂയ. അവൻ അത്യുന്നതനാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ ഉയർത്തുവാൻ കഴിയുന്നവനാ. ഹല്ലേലൂയ. ദരിദ്രനെ ഉയർത്തുന്നവനാ. ഹല്ലേലൂയ. He exalts and lifts up the poor. Hallelujah. And also your physical needs. Hallelujah. മെഡിക്കൽ സയൻസിന് കഴിയാത്തവനെ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാൽ നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. നമ്മുടെ സയൻസിനെയും, ഹല്ലേലൂയ, ഡോക്ടർമാരെയൊന്നും വെല്ലുവിളിക്കുന്നില്ല. പക്ഷെ നമുക്കറിയാം അവരുടെയൊക്കെ അറിവിനും അവരുടെയൊക്കെ പരിമിതിക്കും ഒക്കെ അപ്പുറത്തേക്ക് നീളുന്ന ഒരു കരമുണ്ട്. ആ കരം എന്നെ പിടിച്ചിരിക്കുന്ന കരമാ. ആ കരത്തിന്റെ വലയത്തിലാണ് ഞാനായിരിക്കുന്നത്. ആ കരം, ഹല്ലേലൂയ, ഉന്നതത്തിൽ അധിവസിക്കുന്ന ഒരു കരമാ. അത് താഴ്മയോടെ വെളിപ്പെടുന്നതാ. ഹല്ലേലൂയ. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരവാണ് കരമാണ്. ചലിക്കാത്തത് ചലനമുണ്ടാക്കുവാൻ, ജീവന്റെ തുടിപ്പില്ലാത്തവർക്ക് ചലനത്തെ ഉണ്ടാക്കുവാൻ, ഉണങ്ങിപ്പോയ വേരിട്ടവൻ വെള്ളത്തിന്റെ കേന്ദ്രം കത്തുമ്പോൾ അത് മുളച്ചു വരുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ വെളിപ്പാടിനാൽ ഉണങ്ങിപ്പോയവൻ പുറപ്പെടുവിക്കുന്ന എന്റെ ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. നിന്റെ വേദന കുടുംബ ജീവിതത്തിൽ, നിന്റെ ബന്ധങ്ങളിൽ, തലമുറയിൽ വെളിപ്പെടുമ്പോൾ ദൈവത്തെ സ്തുതിച്ചാൽ
Praise God. നിനക്ക് പ്രതിഫലം തരുമെന്നല്ല ദൈവം പറഞ്ഞത്. I am your reward. പ്രിയമുള്ളവരെ, ചില വിഷയങ്ങളുടെ മേൽ എന്റെ ദൈവം താൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. കാക്കി അയച്ചാൽ അത്ഭുതം ചെയ്യുവാൻ കഴിയും. കഴിഞ്ഞതിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ. മറ്റു പലതിനെ അയക്കാൻ കഴിയും. ഹല്ലേലൂയ. കാണാൻ മറയത്തിരുന്നുകൊണ്ട് നിനക്ക് വേണ്ടി നിന്റെ ഭവനത്തിന്റെ ഭാഗത്ത് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. ചിലതിന്റെ മേൽ അവൻ നടകൊള്ളുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നിന്റെ അടഞ്ഞ മുദ്ര വെച്ചതിന്റെ മേൽ അവൻ നടന്നെടുക്കുന്നവരാ. ഹല്ലേലൂയ. നയിലെ വിധവയുടെ മകന്റെ മഞ്ചത്തെ തൊട്ടവരാ. ഹല്ലേലൂയ. ലാസറിന്റെ കല്ലറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഭാഗ്യശക്തികളൊന്നുമില്ലാതെ പുറത്തു വരിക എന്ന് പറഞ്ഞ ഒരു കഥാവരിയ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സദാദിവന്റെ മകളുടെ സൗഖ്യം അവൻ അവിടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദാസന്റെ സൗഖ്യം അവൻ ദൂരത്തിൽ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പോകുന്ന വഴിയിൽ ചില സൗഖ്യമായി. അല്ലെ, വിശ്വസിച്ചേറ്റെടുത്തവർ തൊട്ട് സൗഖ്യമായി. കാണാതെ വസ്ത്രത്തിന്റെ തൊങ്ങ സൗഖ്യമായി. ദൈവത്തിന്റെ സൗഖ്യം വെളിപ്പെടുന്നത്, ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടുന്നത് പല വഴിയിലാകിയാൽ ഇതുപോലെ കാലം ഇന്ന വഴിയൊന്നുമില്ല. നിനക്ക് വേണ്ടി നടകൊണ്ട് നിന്റെ കൂടാരത്തിനകത്ത് അവന് വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് വെളിപ്പെട്ട ദൈവസാന്നിധ്യമാണ്. ഇതുപോലെ കാലം നിന്റെ കൂടാരത്തിനകത്ത് അവന്റെ സാന്നിധ്യം വെളിപ്പെടുന്നുവെങ്കിൽ വിഷയത്തിന്റെ മേൽ എന്റെ കർത്താവിന്റെ കരം ചലിക്കുന്ന ദിവസങ്ങളായി വിശ്വസിച്ചാണ്. ഹല്ലേലൂയ. വിശ്വസിച്ച് ഏറ്റെടുത്താണ് ദൈവസാന്നിധ്യമുണ്ട്. അവൻ നടകൊള്ളുന്നുണ്ട്. ഹല്ലേലൂയ. ഇതിനിടയിലുണ്ടാവുന്ന എന്റെ കർത്താവിന്റെ സാന്നിധ്യം നിന്നെ സ്പർശിക്കുന്നതാ, നിന്നെ രൂപാന്തരപ്പെടുത്തുന്നതാ. ഹല്ലേലൂയ. സകലമായ മാനസിക കാര്യങ്ങളും അസ്ഥാനത്താകുമ്പോൾ എന്റെ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. 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 നമ്മുടെ ദൈവം ഉന്നതനാണ്. He is up above everything. He is highly exalted. There is no doubt about it. ഏതൊക്കെ പലരും പറഞ്ഞാലും ഏതൊക്കെ പ്രതികൂലമായാലും എന്റെ ദൈവത്തിന്റെ സ്ഥാനത്തിന് ഒരു ചലനമില്ല. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തില് ഹല്ലേലൂയ സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവത്തിന്റെ ദർശനത്തെ പ്രവാചകനെ കാണിച്ച ദൈവം ഉസിയാവിന്റെ സിംഹാസനം ഒഴിഞ്ഞപ്പോൾ മാനുഷിക സിംഹാസനം അധികാരങ്ങൾ പലതും ഇല്ലാതായപ്പോൾ എന്റെ ദൈവത്തിന്റെ അധികാരം, എന്റെ ദൈവത്തിന്റെ മഹത്വം എന്നും ഉയർന്നിരിക്കുകയാണ്. ആ മഹത്വമാകട്ടെ നമ്മുടെ വിടുതല്, ആ മഹത്വമുള്ള ആശ്രയമാകട്ടെ നമ്മുടെ മുന്നോട്ടുള്ള വഴികൾ നിശ്ചയിക്കുന്നത്. ഈ ലോകത്തിന്റെ സാഹചര്യങ്ങളൊക്കെ അത് അങ്ങനെ അതിന്റെ വഴിക്ക് പോകും. നിയമങ്ങൾ വരും പോകും. ഹല്ലേലൂയ. ആളുകൾ കാര്യങ്ങൾ പുറപ്പെടുവിക്കും. ഓർഡറുകൾ വരും. അതിന് മീതെ ചലിക്കുവാൻ കഴിയുന്ന ഒരു കരമുണ്ട്. അത് ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തിന്റെ കരമാ. കപ്പൽ തകർന്നപ്പോൾ ദിവസം ദിനരാത്രങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും കാണാതിരുന്നപ്പോൾ ഹല്ലേലൂയ കരക്കെത്തുമോ എന്ന് പോലും അറിയാതെ ചുറ്റിയപ്പോൾ അറിയാതെ അന്ധകാരത്തിൽ കഴിഞ്ഞപ്പോൾ ഞാൻ സേവിക്കുന്നവരും എന്റെ ഉടയനുമായ എന്റെ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ വിഷയത്തിന്റെ നടുവില് ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നവരെ ശ്രമിച്ചാൽ ശാരീരിക മണ്ഡലങ്ങൾ ഇറങ്ങുകയാണ്, നിന്റെ ബുദ്ധി മണ്ഡലത്തിൽ ഇറങ്ങുകയാണ്. നിന്റെ മനസ്സിനെ പിടിച്ചു കുലക്കുന്ന എല്ലാ ഭയത്തിന്റെ ആത്മാവിനെ ഇന്ന്
മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നത്. എന്റെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി മുകൽക്കാലം ചലിക്കും. ആ ശബ്ദം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ശബ്ദമാണ്. It has the power to create. Hallelujah. എന്റെ ദൈവത്തിന്റെ ശബ്ദത്തിന് സൃഷ്ടിക്ക് സാധ്യതയുള്ള, സൃഷ്ടിയെ സാധ്യമാക്കുന്ന ഒരു ശബ്ദമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? Hallelujah. സൃഷ്ടിയെ സാധ്യമാക്കുന്ന എന്റെ ദൈവത്തിന്റെ ശബ്ദം വനങ്ങളെ തോലുരിക്കുമാറാക്കുന്നത്, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ശബ്ദത്തിന്റെ കാലിൽ മുഴങ്ങുവാൻ, നിന്റെ ആത്മാവിന്റെ അകത്തളത്തിൽ മുഴങ്ങുവാൻ. ഹല്ലേലൂയ. അടഞ്ഞ വഴിയുടെ മേലെ വെളിപ്പെടുവാൻ. ഒന്നാം കാവലും രണ്ടാം കാവലും മൂന്നാം കാവലിനെ ഭേദിച്ച് സ്വതവേ തുറക്കുന്ന ചില ദൈവപ്രവർത്തി, ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, സിംഹത്തിന്റെ വായ അടയ്ക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, ഹല്ലേലൂയ, ചെങ്കടലിനെ ഭേദിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, യോർദാനെ നിർത്തുമാറാക്കുന്ന, ഒഴുക്കിനെ തടയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, നിന്നെ മുങ്ങുമാറാക്കുന്ന, നിന്നെ ഒഴുകിക്കളയാൻ സാധ്യതയുള്ള വലിയൊരു ഒഴുക്കിനെ തടഞ്ഞു നിർത്തുന്ന സാന്നിധ്യമാണ്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ വെള്ളത്തിൽ ചവിട്ടിയപ്പോ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഒരു കാര്യം നീ മനസ്സിലാക്കണം. നിന്നെ നേരിടുന്ന പ്രശ്നത്തിന്റെ ഹല്ലേലൂയ പരിഹാരം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം അത് വഹിക്കുന്നത് നീയ. നിന്റെ തോളിൽ, നിന്റെ തലമുറയുടെ തോളിൽ ആ സാന്നിധ്യം വഹിക്കുവാൻ നീ ആരംഭിക്കുമ്പോൾ, സ്തുതിയുടെ നാമങ്ങൾ ഉയരുമ്പോ, സ്തോത്രയാഗം ഉയരുമ്പോ, ദൈവ സാന്നിധ്യം വഹിക്കുന്ന നീ ഹല്ലേലൂയ പ്രതികൂലത്തെ ചവിട്ടുമ്പോ ഇന്ന് പകൽക്കാലം വായ അടയ്ക്കുന്ന, മനസ്സിനെ അടയ്ക്കുന്ന, സ്തുതി വേണ്ട, ആരാധിക്കപ്പെട്ട ചിന്തവരുടെ ഓർമ്മിക്കുന്ന എല്ലാ വ്യാപാരത്തിന്റെ പേരിൽ ഇന്ന് പകൽക്കാലം ദൈവസാന്നിധ്യം സംഭവിക്കുന്ന സകലത്തിന്റെ പേരിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഫലമെടുക്കുന്നതായി ദൈവത്തെ സ്തുതിക്കാം. തലമുറയുടെ ഹൃദയത്തെ അടച്ചു കളയുന്ന, ചിന്താശാഖകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന എല്ലാ പോരുകളുടെ പേരിലും ഇത് മുതൽ പലവരകൾ ശാസിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരു മനസ്സിനെ അടച്ചുകളെ ശ്രമിക്കുന്ന, അവരുടെ ചിന്താധാരകളെ, അവരുടെ ചിന്താസരണികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ട പോരുകളുടെ പേര് ഇന്ന് മുതൽ നീ ആത്മാവിൽ നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഫലം നിന്നെ ഉത്ഭവിച്ച നിന്റെ തലമുറയുടെ മേൽ, അവരുടെ ബുദ്ധി മണ്ഡലത്തിന്റെ മേൽ അത് ക്ഷണിക്കാൻ ആരംഭിക്കുക. അവരുടെ വഴികൾ കഴിഞ്ഞാൽ അമേരിക്കൻ ആക്സന്റിൽ പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലായിരിക്കും. അമേരിക്കൻ ആക്സന്റിൽ അവരോട് തർക്കിക്കാനും കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ നിനക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ നിനക്ക് ആത്മാവിൽ നിറഞ്ഞ ആരാധിക്കാത്തില്ല കൃപ വന്നിട്ടുണ്ട്. നീ ആത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥനമുള്ള ആരാധിച്ച ശത്രുവിന്റെ ഇംഗിതമൊന്നും നിന്റെ തലമുറയുടെ മേൽ ഫലിക്കത്തില്ലെന്ന് ഇന്ന് പലക്കാലം പരിശുദ്ധാത്മാവ് ആരോട് പറയുക. ഭാരപ്പെടുന്ന മാതാവേ, ആശങ്കപ്പെടുന്ന പിതാവേ, നിന്റെ തലമുറയെ ദൈവത്തിൽ നീ വേർതിരിച്ച ദൈവനാമ മഹത്വം വെളിപ്പെടണമെന്ന് നീ ഹൃദയംഗമായി ആഗ്രഹിച്ചാൽ ഒരു കാര്യം ഉറപ്പാ, നിന്റെ ദൈവത്തിന്റെ കരം അവരുടെ മേൽ ചലിക്കും. അവരെ വലിച്ചിഴക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ദുഷ്ടശക്തിയുടെ മേലും ആത്മാവുള്ളതിന്റെ ആരാധനയിൽ ആത്മമണ്ഡലത്തിൽ നീ പ്രാപിച്ച വിടുതല് അവർക്ക് തുണയാൻ നിൽക്കുന്നത്ര പേര് വിശ്വസിക്കുന്നുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന അവരെയല്ല, പ്രാർത്ഥിക്കുന്ന മാതാവേ, ആത്മതവനം ചെയ്യുന്ന പിതാവേ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമേ, നിനക്കൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. നിനക്കൊരു വിടുതലുണ്ട്. ഈ അസ്ഥികൾ ജീവിക്കും, ഈ അസ്ഥികൾ ജീവിക്കും. ദൈവത്തിന്റെ ഉറപ്പ താഴ്വരയിലെ നിഹിതന്മാർ സൈന്യമായി മാറും. ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ വെളിപ്പെടുത്തിയ വചനങ്ങൾ ഈ ദിവസങ്ങളിൽ ചലിക്കാൻ കാറ്റായി വലിയ ദൈവപ്രവൃത്തിയായി ചലിക്കാൻ ആരംഭിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ്. ചില മണ്ഡലങ്ങളിൽ നമുക്കാണ് ദൈവത്തിന്റെ വിടുതലുകളെ ചലിക്കുന്നവർക്കായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ കണ്ണുകളും നിമിഷം അടയട്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കാം. എന്റെ ദൈവം ഉന്നതന, ബാക്കി എല്ലാം അതിന് താഴെയാണ്.
He is high and exalted. Hallelujah. എന്റെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിയാൽ ഇവിടെ ഒരു വിടുതലിന്റെ തുടക്കം. ഹല്ലേലൂയ. അതെനിക്ക് ദർശിക്കാൻ കഴിയും. സ്വർഗ്ഗീയ പിതാവേ, ഇത് പകൽക്കാലം ദിവസങ്ങളെ സമർപ്പിക്കുക. അവിടുത്തെ സാന്നിധ്യത്തിനായി ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ കുറവുള്ളവരാണ്, അവിശ്വാസമുള്ളവരാണ്. പലപ്പോഴും സംശയമുണ്ട് ഞങ്ങൾക്ക്. പലപ്പോഴും കാര്യങ്ങളിൽ പെട്ടെന്ന് പകർന്ന അനുഭവങ്ങളുണ്ട്. ഞങ്ങളുടെ ചിന്താധാരകൾ പലപ്പോഴും മാനുഷികമായതിലേക്ക് ഹല്ലേലൂയ ആകൃഷ്ടമായി പോകാറുണ്ട്. എന്നാൽ ദൈവത്തിലേക്ക്, ദൈവത്തിലുള്ളതിലേക്ക്, ആത്മമണ്ഡലത്തിലേക്ക് ഈ ദിവസം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുന്ന ഹല്ലേലൂയ പ്രത്യേകമായ ഒരു അനുഭവം ഞങ്ങൾക്ക് നൽകി തരണം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുക. അങ്ങ് ഉന്നതനാണല്ലോ. യു ആർ ഹൈലി എക്സോൾട്ടഡ്. ഹല്ലേലൂയ. ആ ഒരു ചിന്തയിലേക്ക്, ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക്, ഉന്നതമായ, ഉത്തുംഗമായ, അത്യുന്നതമായ ആ ദൈവിക ചിന്തകളിലേക്ക് ഈ ദിവസത്തെ ആത്മാക്കളെ എടുത്ത് ഉയർത്തണമേ. നമ്മുടെ മനസ്സിനെ എടുത്ത് ഉയർത്തണമേ. സോളിഷായിട്ടുള്ള ഹല്ലേലൂയ സകലത്തെയും മാറ്റി ആത്മികമായ സ്പിരിച്വൽ ആയിട്ടുള്ളതിലേക്ക് ഹൃദയങ്ങളെ ഉയർത്തുവാൻ, അതിനെ വേർപെടുവിക്കുന്ന ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ, ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ആ വേർപാടിനെ, ആ വേർതിരിവിനെ വ്യക്തമാക്കുന്ന, പ്രകടമാക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ അടിമത്തത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ച ദൈവത്തെ സ്തുതിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളെ ബാധിക്കുന്ന, ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, പിന്തുടർന്ന് പിടിക്കുവാൻ ശ്രമിക്കുന്ന പലതിന്റെ മേൽ ഇത് പകൽക്കാലം ചെങ്കടൽ വിഭാഗിച്ച ജനത്തെ അക്കരെ കടത്തിയതുപോലെ, യോർദാൻ വിഭാഗിച്ച് അക്കരെ നാട്ടിൽ ബാധ്യതയിലേക്ക് പ്രവേശിച്ചതുപോലെ ദൈവത്തിന്റെ കാര്യം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുക. It will come forward right now for the memory verses കുഞ്ഞുങ്ങൾ കേൾക്കുക. Praise God. Hallelujah. Christ is the visible image of the invisible God. For through him God made everything in the heavenly realms and on earth. He created the things we can see and can't see, such as thrones, kingdoms, rulers, and authorities in the unseen world. Everything was created through him and for him. Colossians 1, verses 15 to 16. Psalms 19, verses 7 to 11. The law of the Lord is perfect, and the passions for the statutes of the Lord are perfect, making wise the simple. The precepts of the Lord are right, giving joy to the heart. The commandments of the Lord are radiant, giving joy to the heart, giving light to the eyes. The fear of the Lord is pure, enduring forever, and the decrees of the Lord are firm, and all of them are righteous. They are more precious than gold, than much pure gold. They are sweeter than honey, than from the honeycomb. Praise God. Acts 16:31. Believe in the Lord Jesus Christ, and you will be saved. Psalm 117. Praise the Lord, all you peoples. Laud him, all your exiles, for the merciful kindness of the Lord is great and endures forever. Psalm 117. James chapter 1, verse 5. If any of you lacks wisdom, let him ask of God, and who gives to all liberally and without reproach, and it will be given to him. 2 Thessalonians 3, verse 13. But as for your brethren, do not grow weary in doing good. Great is the Lord, and abide in the power. His understanding is beyond measure. Psalm 4,
vine, you are the branches. He who abides in me and I in him bears much fruit. Without me you can do nothing. John 15 verse 5. Amen. Romans 10 verse 9. If you declare with your mouth Jesus is Lord and believe in your heart that God raised him from the dead, you will be saved. My soul clings to the dust. Receive me according to your word. I have declared my ways, and you answered me. Teach me your statutes. Make me understand the way of your precepts. So shall I meditate on your wonderful works. Psalms 111, verse 25 to 27. Amen. Psalm 111 verses 9 and 10. He provided redemption for his people. He ordained his covenant forever. Holy and awesome is his name. The fear of the Lord is the beginning of wisdom. Those who follow his precepts have good understanding. To him belongs eternal praise. Galatians chapter 6 verses 6 to 7. Let him who is taught the word share in all good things with him who teaches. Do not be deceived. God is not mocked. For whatever a man sows, that also he will reap. So 1 Corinthians 2 verses 12 and 13. Now we have received not the spirit of the world, but the spirit who is from God, that we might understand the things freely given to us by God. And we impart this in words, not taught by human wisdom, but taught by the Spirit, interpreting spiritual truths to those who are spiritual. My son, do not forget your father's instructions, and do not forsake your Lord's teachings, for a garland to grace your head and a chain to adorn your neck. Proverbs 1 verses 8 to 9. Christ's judgment is before him who is forceful, and he who and a scoffer will. And harsh judgment was before him who forsakes the way, and he who hates correction will surely die. Hell and destruction is before the Lord, so how much more before the sons of man? A scoffer does not listen to understanding, nor will he go to the wise. A merry heart makes a cheerful countenance. Proverbs 15 verses 11 to 14. Thank you.
മനുഷ്യൻ പാപത്തിൽ വീണുപോയ ആ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചിന്തകളാണ് നാം ചിന്തിക്കുന്നത്. We are meditating on the series, The Fall of Man. ഇന്ന് പകൽക്കാലം അതിന്റെ രണ്ടാം ഭാഗം ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നു. We like to meditate on the second part of this series. വായിച്ചിട്ട് വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 5 വരെ. Let's read Genesis chapter 3 verses 1 to 5. യഹോവയായ ദൈവം ഉണ്ടാക്കിയ സകല കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. Now the serpent was more cunning than any beast of the field which the Lord God had made. And he said to the woman, Has God indeed said, You shall not eat of every tree of the garden? And the woman said to the serpent, We may eat the fruit of the trees of the garden, but of the fruit of the tree which is in the midst of the garden, God has said, You shall not eat it, nor shall you touch it, lest you die. Then the serpent said to the woman, You will not surely die, for God knows that in the day you eat of it, your eyes shall be opened, and you will be like God, knowing good and evil. കഴിഞ്ഞ ആഴ്ച നാം ശത്രുവായ സാത്താൻ സർപ്പത്തിൽ പ്രവേശിച്ച് അല്ലെങ്കിൽ പാമ്പിലൂടെ വന്ന സാത്താന്റെ കൗശലം അല്ലെങ്കിൽ ഡിസെപ്ഷൻ, ചതിയെ കുറിച്ചാണ് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. Last week we spoke about the deceiveness of the serpent. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ആ ചതിവിൽ വീണുപോയ ഹൗവയുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഹൗവയുടെ തെറ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. What we're going to discuss today is about how Eve fell into that mistake or the deceiveness. നമ്മൾ പറയും പാപം മാത്രമല്ല തെറ്റ് ചെയ്തത്, ആദവും തെറ്റ് ചെയ്തിട്ടെന്ന് പറയും അല്ലേ? സ്വത്രം. അപ്പൊ സഹോദരന്മാരുടെ വിഷയം എന്നോട് യോജിക്കത്തില്ല. മിസ്റ്റേക്ക് ഓഫ് ആഡം ആൻഡ് ഈവ് എന്ന് എന്നുള്ള വിഷയം പറയും. പക്ഷേ വചനം പറയുന്നത് ആരാ തെറ്റ് ചെയ്തത്? ചതിക്കപ്പെട്ടത് ആരാണ്? തെറ്റ് ചെയ്തിട്ടുണ്ട് ആദം തുല്യമായി, പക്ഷേ ചതിക്കപ്പെട്ടത് ഹൗവയായിട്ടാണ് മിസ്റ്റേക്ക് ഓഫ് ഈവ് എന്ന് എഴുതിയിരിക്കുന്നത്. We know that both Adam and Eve made the mistake, but the scripture says that Eve was deceived. So when we read this, നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹൗവ ചെയ്ത തെറ്റ്, ഹൗവ വീണുപോയ അവസ്ഥ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യൻ വീണുപോയ ഈ ഏദൻ തോട്ടത്തിൽ പാമ്പ് വന്ന് ഹൗവയെ കൗശലത്തിൽ ഉപായത്തിൽ ചതിച്ചു. ആ ഒരു ഫ്രെയിംവർക്ക് മനുഷ്യന്റെ ഇന്നയോടുമുള്ള എല്ലാ വീഴ്ചയിലും ആ ഫ്രെയിംവർക്കാണ് ആപ്ലിക്കബിൾ. We know that when Eve was deceived in the Garden of Eden, it resulted in the man also falling into sin. It started with the original framework that happened with Eve. നിങ്ങൾ ഏത് തെറ്റ് എടുത്ത് പരിശോധിച്ചാലും, എവിടെ ദൈവത്തിന്റെ നിയമത്തെ ലംഘിക്കുന്ന പാപം ചെയ്യുന്ന ഏത് നോക്കിയാലും ഇവിടെ സംഭവിച്ച ഈ ഒരു കാര്യം, ഇതിൽ നിന്ന് ഈ ഹൗവയുടെ വീഴ്ചയിൽ നാം ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ നമുക്ക് സംഭവിക്കുന്ന എല്ലാ വീഴ്ചയിലും നമുക്ക് കാണാൻ കഴിയും. When we see any sin or any fall that happened to man right now, we can originate it from what happened to Eve when she fell into the sin. എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ എല്ലാം പാമ്പ് വന്ന് ചുറ്റിപ്പിടിച്ച കാര്യം പറയുന്നതല്ല, പക്ഷേ പാമ്പ് വന്നില്ലെങ്കിലും ഈ വക രീതിയിലുള്ള കാര്യങ്ങളാണ് പലപ്പോഴും സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹൗവ വീണ് പോയതുപോലെ നാം വീഴാതെ. എന്തിനാ പാസ്റ്റർ ഈ ഹൗവയുടെ കാര്യം പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഇത് നാം പഠിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം വീഴ്ചയ്ക്ക് കാരണമായതിലേക്ക് നമുക്കൊരു ഉദാഹരണമായി ദൃഷ്ടാന്തമായി നിന്ന് നാം വീണു പോകാതിരിക്കാനാണ്. The reason that we are talking about this is I just want to explain to you to use this example so that we do not fall into the sin. The thing is that നാം പലപ്പോഴും ചിന്തിക്കണം, ആദമും ഹവയും പാപമില്ലാത്തവരായിരുന്നു വീണപ്പോൾ അല്ലേ? We should remember that Adam and Eve they did not have sin when the fall happened. അവർക്ക് ആ ദൈവത്തിന്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവര് ദൈവാത്മാവിനെ നടത്തപ്പെടുന്ന ദൈവത്തിന്റെ മക്കളായിരുന്നല്ലേ? പാപമില്ലാത്തവരായിരുന്നു ആദവും ഹവയും ഈ അനുസരണക്കേടിന് മുൻപ്. They did not have sin in their life. They walked in the glory of God. They had the glory of God in them, and they were walking in the Spirit of God. അപ്പോൾ അങ്ങനെ ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ദൈവത്തോട് ദിനംപ്രതി നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സംസർഗം അനുഭവിക്കുന്ന നമുക്ക് നമ്മൾ ദൈവസാന്നിധ്യം എപ്പോഴും നമ്മൾ അനുഭവിച്ചറിയും. നമ്മൾ ചോദിച്ചാൽ മതി. അല്ലെ ദിനംപ്രതി
ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ സാമീപ്യം അനുഭവിച്ചറിഞ്ഞ ആദവും ഹവ്വയ്ക്കും വീണു പോകാമെങ്കിൽ, സ്തോത്രം, വീണുപോയ മനുഷ്യരുടെ ലോകത്തിൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ലാത്ത നമുക്ക് വീഴ്ച എത്രമാത്രം സാധ്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ചോണം. If Adam and Eve, even though they were walking every single day in God's presence, if a fall can happen to them, imagine in our lives when we don't walk with God every single day, how possible it is to happen in our lives too. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, the one who thinks that he standing. So Apostle says that in epistles, the one who seems to be standing, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ എന്താ സൂക്ഷിക്കട്ടെ? വീഴാതിരിക്കാൻ. In the apostle it says that, in the Paul he says that the one who thinks he can be able to stand, he should be careful that he will not fall. It is Apostle Peter that says, അല്ലേ? പത്രോസ് പറഞ്ഞ കാര്യം, നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോളട്ടെ. കാരണം അത് സംഭവ്യമാണ്. ഇറ്റ് ഇസ് എ പോസിബിലിറ്റി. വീഴാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവരെന്തിനാ ആദവും ഹവ്വയും വീണ കഥ പറയുന്നത്, അല്ലെങ്കിൽ അതിനെ വിവരിച്ചു പറയുന്നത് എന്താ നിങ്ങൾ ചിന്തിക്കുന്നതിനുള്ള മറുപടി ഞാൻ പറഞ്ഞത്. The reason because this is happening, that is why I'm talking about Adam and Eve, because it can happen to people who are saved also. അപ്പോൾ ഹവ്വ ചെയ്ത മിസ്റ്റേക്ക്, തെറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഹവ്വ ദൈവം പറഞ്ഞ വാക്കിനെ കൂട്ടിച്ചേർത്ത് സാത്താനോട് പറഞ്ഞു. One of the mistakes that Eve did was she added to the word of God when she was talking to the serpent. ദൈവത്തിന്റെ കൽപ്പന തിന്നരുത് എന്നാണ്. God's command was do not eat. അല്ലേ? അവമ്മ എന്നോട് ആഡ് ചെയ്തു, തിന്നുകയും അരുത്, പക്ഷേ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിക്കാത്തൊരു കാര്യം ആഡ് ചെയ്ത് നമ്മൾ പൊടുപ്പും തൊങ്ങലും ചേർത്ത് പറയുന്നതല്ലോ. അല്ലെങ്കിൽ ഇച്ചൂരുടെ എന്താ ഒരൊറ്റ തള്ള, നമ്മുടെ പിള്ളേരൊക്കെ പറയുന്നുണ്ടല്ലോ, കൃഷിയൊക്കെ പറയുന്നത് ഒരൊറ്റ തള്ള. അവർക്ക് പോലെ അറിയാം നമ്മൾ പറയുമ്പോൾ തള്ളാണ്. അപ്പൊ ഈ തള്ളൊക്കെ അത് ഒരൊറ്റ തള്ളം തള്ളി. We are God commanded was not to eat, but Eve added an additional phrase to it, do not touch also. So she put an extra command in there. സാധാരണ ചോദിച്ചാൽ തിന്നലെന്ന സത്യമായി ശരിക്കും വാസ്തവമായി തിന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഉത്തരം പറയണ്ടേ? വാസ്തവമായി തിന്നെടുത്ത പറഞ്ഞാൽ പോരെ. Even if Satan asked, you shall not eat of any tree, the reply should have been, you shall not eat of any tree in the garden. ഈ ഹവ്വ പറഞ്ഞ കാര്യം കൂടെ നമ്മൾ ചിരിക്കും അല്ലേ? ഇപ്പൊ ഞാൻ പറയുന്ന രീതി നിങ്ങൾക്ക് ചിരി വന്നു. നമ്മുടെ ജീവിതത്തിൽ ഇത് ഡെയിലി ബേസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? This is something that we do in our own daily life. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്ത വാക്യമല്ല, എങ്കിലും എന്റെ മനസ്സിൽ പെട്ടെന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 30-ാം വാക്യം ഒന്ന് വായിച്ചേ. In Matthew chapter 5 verses 37. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ, ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. എന്താ പറഞ്ഞത്? But let your yes be yes and your no be no, for whatever is more than this is from the evil one. Praise God. ഇതാണ് yes shall be yes. സൗര വീട്ടിൽ കാണുമോ അങ്ങോട്ട് വരട്ടെ നോക്കാം എന്ന് പറഞ്ഞാൽ അത് യെസ് അല്ല, നോയും അല്ല. ഇയാൾ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് അർത്ഥം. If somebody asks you, like, if I can come to your home, when you say we will see, it's not a yes or a no answer. അതെ, we'll see. There is no chance to see. ആ പറയുന്നതിനും അറിയാം, കേൾക്കുന്നതിനും അറിയാം, പക്ഷെ എന്നാലും ഇതാണ്. ഇത് എവിടുന്നാ വന്നേ? Where did this come from? This came from Eve. This came from Eve. വീഴാത്ത Eve, വീഴാത്ത ഹവ്വ. അങ്ങനെ പാപത്തിൽ അകപ്പെട്ടു പോകാത്ത ഹവ്വ എത്ര മിടുക്കിയാണെങ്കിൽ, പാപത്താൽ പിടിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ആണെങ്കിലും ജഡത്തിൽ ജീവിക്കുന്ന നമ്മൾ എത്ര പിടിക്കും വരായിരിക്കും. Even if Eve, who did not fall into sin yet, how much possible it is for us who are saved for this to happen. നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് സാത്താനെ പാമ്പയെ ഓടിക്കാൻ വേണ്ടി അമ്മമ്മ സഹായം ചെയ്തതാ എന്ന് നമ്മൾ വിചാരിക്കും. അല്ല, അവിടെ അവൻ അതിനെ മുതലെടുക്കാറിയായി. Sometimes we might think that he added this just to chase away the serpent away, but what serpent did is he took opportunity over this. ഊവ എന്നത് അല്ലെങ്കിൽ ഇല്ല, ഇത് രണ്ടിൽ അപ്പുറത്ത് വരുന്ന എല്ലാം എന്താ? ദുഷ്ടനിൽ നിന്ന് വരുന്ന പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓൾറെഡി ത്രൂ ദാറ്റ് ദ പ്രസൻസ് ഓഫ് സാത്താന്റെ സാന്നിധ്യം കൊണ്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധാരണ പറ്റും.
yes be yes or a no be no. Without this, it should not be, with anything more than this is from the evil one. And what Satan did was he made his presence known over there. കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ചേട്ടോ. So please listen to it. സോ കുഞ്ഞുങ്ങളെ ഞാൻ പറയുന്നത്, നമ്മൾ ഒരിക്കലും ഒരു സിമ്പത്തറ്റിക് സോഫ്റ്റ് കോർണർ ആറ്റിറ്റ്യൂഡോടെ ഒരു പാപത്തെ, ഒരു തെറ്റിനെ ദൈവം നോ എന്ന് പറഞ്ഞതിനെ സമീപിക്കാൻ പാടില്ല. We should not reason with something by being sympathetic to a sin which God has said no to. കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ദിവസം കൊണ്ട് പാപം ഇടിച്ചേറി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നൊന്നുമില്ല. പാപം എപ്പോഴും പ്രവേശിക്കുന്നത് പാപം ആദ്യം വാതിൽക്ക് കിടക്കും, പിന്നെ നമ്മുടെ ആഗ്രഹം കാണിക്കും, പിന്നെയാണ് നമ്മുടെ അകത്ത് വരുന്നത്. അതിന്റെ ആഗ്രഹത്തിനോടാകും. അപ്പോൾ സംഭവം പറഞ്ഞാൽ കെയിന്റെ കാര്യം പറഞ്ഞത്, കെയിൻ ഗോഡ് സെഡ് ടു കെയിൻ ലൈക്ക് ദിസ്. So what we see is sin does not come banging through the door. What it does is it comes first in the front of the door. Then we see it gives us a desire, and then it comes through the door. എങ്ങനെ ദൈവം കയ്യിലോ പറഞ്ഞേ, പാപത്തിനെ പിടിക്കാൻ വേണ്ടി ഇതിന്റെ പുറകെ ഓടി വരുന്നു എന്നല്ല പറഞ്ഞേ. വാതിൽ കിടക്കുന്ന സാധനം എന്തുവാ? നമ്മൾ ചവിട്ടുന്ന ചവിട്ടുപത്തേ വാതിൽ കിടക്കുന്നത്. നമ്മൾ ഒരു മൈൻഡ് എപ്പോഴും ചവിട്ടുന്ന. നമ്മൾ പറയും ട്രാമ്പിളിൽ തോന്നുന്നു പറഞ്ഞിട്ട് സാത്താന്റെ പേരോട് ചവിട്ടി പൊട്ടിച്ച് ഇങ്ങനൊന്നും സാത്താൻ പോകത്തില്ല. സ്തോത്രം. What God said to Cain was, it was not like the sin is coming through the door, it's knocking at the door, and sin is not something that would come trampling through the door. ഈ വക ഗംഭീരൊക്കെ കാണിക്കുന്ന ഒരുപാട് തീംസ് ഉണ്ട്. പക്ഷേ സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പ് എപ്പോഴും പ്രവേശിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട്, ഈ പാമ്പ് വന്നതുപോലെ ചതിവിലൂടെ എന്ന് പറഞ്ഞാൽ, കിഡ്സ് പ്ലീസ് ലിസൺ, you shall not be having a sympathetic approach towards anything that is evil. One thing that I want to remind the kids is sin slowly comes to the door. It does not trample and come fast, and we should not have a sympathetic approach to any sort of sin. No friendship with such people. We should not have friendship with those. അയ്യോ ഞാൻ അവരോട് റിലേഷൻഷിപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ try to avoid such relationships. We should try to avoid this relationship by saying they are just my friends and not I don't have a relationship. പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ദൈവവചന വിരുദ്ധമായി ജീവിക്കുന്നവരുമായി, ആ പാപത്തിൽ ജീവിക്കുന്നവരുമായി നിങ്ങൾ ഒരിക്കലും ഇണയില്ലപ്പെടാൻ പാടില്ല. We are not supposed to be yoked with people who are sinning in this world and who are against the word of God. In your social media accounts, do not use pronouns. That is against Bible. In the social media, it talks about pronouns and we are not supposed to use that. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും വളരെ സാരമില്ല, എല്ലാവരും ചെയ്യുന്നില്ല, ഞാനും ചെയ്തോട്ടെ, ഫിൽറ്റർ ഇട്ട് കളിക്കരുത്. സ്തോത്രം. ഇതെല്ലാം ദൈവത്തിന് വിരുദ്ധമാണ്. We might think that everybody is doing it so that I can do it also, but we are not supposed to do it because it is against God's word. നിങ്ങൾ അല്ലാതായി നിങ്ങളെ തന്നെ ഒരിക്കലും പ്രസന്റ് ചെയ്യരുത്. You should not present yourself other than who you are supposed to. ദൈവം നിങ്ങളെ സൃഷ്ടിച്ച തരത്തിലല്ലാതെ yes or no, are you man? Yes. Are you woman? Yes. അതിനപ്പുറത്തുള്ളത് തോന്നുന്നു എനിക്ക് വേറെ എന്താ പോലെ, അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് സാത്താനിൽ നിന്നുള്ളതാണ്. We should not be something more than what God created us to be. If they said you are a man, yes, or a woman, yes, or something else other than no, we should not be confused about it. We as a church of God stand against that completely 100%. We do not in any way support such things. മനസ്സിലായല്ലോ? അത് ദൈവവചന വിരുദ്ധമാണ്, അത് ദൈവത്തിനെതിരെയാണ്. സഹായം ആഗ്രഹിക്കുന്നവർ ദൈവസന്നിധിയിൽ വന്നാൽ ഏത് വിഷയത്തിനും മറുപടിയും വിടുതലും ദൈവം തരും. എന്നാൽ അതിനോട് ലഘൂകരിക്കരുത്, അതിനോട് സിമ്പതി കാണിക്കരുത്, നിന്നിൽ പ്രവേശിക്കാൻ സാധ്യത. That goes against the word of God and is against God's command. And if somebody needs help, they can be delivered through prayer. ഹവ്വ പറിച്ചത് പഴമാണ്. ഇവിടെ പല പഴങ്ങളും ഒഴിഞ്ഞു നടക്കുന്നുണ്ട്. സ്തോത്രം. ദൈവം തൊടരുത്, ദൈവം ദൈവം പറിച്ച് തിന്നരുത്, അനുഭവിക്കരുത്. നിന്റെ അനുഭവത്തിന്റെ ഭാഗമായി മാറരുതെന്ന് പറഞ്ഞതിനെ നീ ഒരിക്കലും അത് അനുഭവമാക്കി മാറ്റാൻ ശ്രമിക്കരുത്. What you try to do here, God said, do not touch, and what she tried to do it was add more stuff to it and be an experience in it. അപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ നിങ്ങൾ പറയാ അങ്ങനെ അഡീഷൻ പറഞ്ഞപ്പോ എന്തോ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്, അത് തെറ്റായ സന്ദേശം കൈമാറാനിടയായി, മിസ്കമ്മ്യൂണിക്കേഷൻ. When we might ask like, well, what is the problem when she says do not touch? But what happened over there was a miscommunication that happened. ഇത് പുൾപിറ്റുകളിൽ സംഭവിക്കാറുണ്ട്. പറയേണ്ട കാര്യം പറയത്തില്ല, പറയാൻ ഒരു കാര്യമില്ലാത്തതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ശരിയായ സന്ദേശം പറയുവാൻ ദൈവവചന പ്രസംഗ പീഠങ്ങൾ ഇന്ന് ഉപയോഗപ്പെടുത്തില്ല.
This can even happen at the pulpit. Sometimes we are not able to say exactly what God wants us to say, and His message is not being given across. And also that has given a false negative, ഒരു തെറ്റായ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു മനസ്സിലാക്കൽ അവിടെ ഉണ്ടാകാനിടയായി. എന്താണ് ഒരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവൾ ഒരിക്കലും ഒരു സുരക്ഷിതമല്ല, പക്ഷെ തെറ്റായ ഒരു സുരക്ഷിത ബോധം അവളിൽ ജനിപ്പിക്കാൻ ഇടയായി. And what happened over there was it grew a false sense of security that happened to Eve. സാത്താൻ പറയുകയാണ്, ദൈവം പറഞ്ഞതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് സാത്താൻ പറഞ്ഞല്ലേ. Satan is like that. What he said is the exact opposite of what God said. ഇംഗ്ലീഷിൽ കുറച്ച് വ്യക്തമാണ്. അവൻ പറ്റി പറഞ്ഞത്, you shall not eat of the fruit of the tree so that you may not die, അല്ലേ, lest you die എന്നാ പറഞ്ഞല്ലേ. സ്തോത്രം. Over there, you shall not eat of the fruit of the tree that is in the midst of the garden, neither shall you touch it, lest you die. നീ മരിക്കാതിരിക്കാൻ കഴിക്കരുത്. പക്ഷെ മരിക്കാതിരിക്കാൻ അല്ല, അങ്ങനല്ല ദൈവം പറഞ്ഞത്. തിന്നുന്ന നാളിൽ നീ surely you shall die. അതല്ല ഹവ്വ പറഞ്ഞത്. ഹവ്വ പറഞ്ഞത് മരിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ദൈവം ഒരു കാര്യം നമ്മോട് ചെയ്യരുതെന്ന് പറയുന്നത് അത് നമ്മൾ എൻജോയ് ചെയ്യുന്നതിലുള്ള അസൂയ കൊണ്ടല്ല, അത് ചെയ്യരുതെന്ന് പറയുന്നത് നീ നശിക്കും അതുകൊണ്ടാണ്. What Eve was saying over here is that she was saying that if you eat from the fruit of the tree, you are going to die. But that is not what God was mentioning. പിള്ളേർ വിചാരിക്കരുത് അപ്പയും അമ്മയും ഒന്നും എൻജോയ് ചെയ്യണ്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്യുക അസൂയ കൊണ്ടാ, അവർ എൻജോയ് ചെയ്യാത്തതുകൊണ്ടാ ഇന്ന് അവർ ഭൂമിയുടെ പോകുന്നുള്ളത്. The kids might say that because my parents were not able to enjoy, that is why they are not allowing me to enjoy. അവർ എൻജോയ് ചെയ്യാത്തതുകൊണ്ടാ അല്ലെ വഴി നടക്കുന്നതിനെ പോലെ ആകാതെ ഇതിനകത്തൊരു ദൈവത്തെ വിളിക്കുന്നത്. Just because your parents are not allowed you to go that way, you're not walking away from the church. അപ്പം ഇത് എൻജോയ് ചെയ്യുന്നത് പറഞ്ഞത് അതിനെ നിങ്ങൾ ശരിയായ രീതിയിൽ അതിനെ ധരിച്ചില്ലെങ്കിൽ നിങ്ങൾ അതിന് പുറകെ പോകും. If you do not understand the exact reason why you're not supposed to enjoy it, then you'll go after it. ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ഇത്രയും നാളും ഉണ്ടായിട്ട് ഒരു ദിവസം എല്ലാ ദിവസവും വൈകിട്ട് കാണുന്ന ദൈവത്തോട് ഒരു പ്രാവശ്യം എന്തുകൊണ്ടാണ് ഇത് തിന്നതെന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം ചോദിച്ചു. Have you ever asked, when you bring day and night, why you were not supposed to eat from it? Praise the Lord. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയും കർത്താവേ അത് തരണേ ഇത് തരണേ അത് എല്ലാം പറയും. പക്ഷെ ഒരു ദിവസം ദൈവസന്നിധിയിൽ പാസ്റ്റർ പ്രസംഗിച്ച കാര്യം, ദൈവമേ പുള്ളിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു പറഞ്ഞാൽ എനിക്കും മനസ്സിലായില്ല. ദൈവമേ ഈ കാര്യം എന്താണെന്ന് എനിക്കൊന്ന് വ്യക്തമാക്കി തരണമേ എന്ന് ആരെങ്കിലും ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കണം. പ്രസംഗിച്ച് എന്തോന്ന് ഓർക്കുന്നത്. When we do our prayers in the morning and night and we ask for everything that we need, have you ever once asked, when Pastor said about this, he might have understood it, but I didn't understand it, so can you explain that to me? Have you ever asked that to God? Praise the Lord. നമ്മൾ ദൈവസന്നിധിയിൽ പോയി ഈ വക കാര്യങ്ങൾ ചിന്തിക്കാറുണ്ടോ? Have you ever thought about these things in the presence of God? എന്റെ പൊന്നു പാസ്റ്ററെ അടുത്ത ആഴ്ച എങ്ങനെ ബില്ല് പേ ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുക, അന്നേരമാണ് ഹവ്വയുടെ കാര്യം. When I'm trying to pray about how to pay the bills for the next week, you'll ask me to think about what Eve said. പക്ഷെ എന്താണ് അറിയോ, ഹവ്വയുടെ പ്രതികരണം പ്രാധാന്യമുള്ള വസ്തുവിൽ നിന്ന് അവളെ അകറ്റിക്കളഞ്ഞു. Over here, Eve was taken away from the main command of God. പ്രസംഗം ശ്രദ്ധിക്കാതിരുന്നാൽ വളരെ ഗൗരവകരമായ ആത്മീയ സത്യങ്ങളെ മനസ്സിലാക്കാതെ നമ്മുടെ ഹൃദയത്തെ മാറ്റിക്കളയുവാൻ ശത്രു ഉപായമുണ്ടാകും. The enemy tries to make us not understand what the main concept of the message is. രണ്ടാമതായി misinterpreting the word. Second mistake is ആദ്യത്തേത് കൂട്ടി ഇല്ലാത്തതിനോട് കൂട്ടി പറഞ്ഞു. രണ്ടാമത്തെ എന്താണ്? misinterpreting എന്ന് പറഞ്ഞാൽ തെറ്റായി അതിനെ വ്യാഖ്യാനിച്ചു. The first mistake that she did was adding to the word, and the second mistake that she did was misinterpreting the word of God. ഹവ്വ പറഞ്ഞെന്തുവാ? ലെസ്റ്റ് യു ഡൈ, നിങ്ങൾ തിന്നാതെ നിങ്ങൾ മരിക്കാതിരിപ്പാൻ. പക്ഷെ സാത്താൻ പറഞ്ഞെന്തുവാ? ദൈവം പറഞ്ഞ നേരെ, ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കും നിശ്ചയം എന്ന് പറഞ്ഞപ്പോൾ ഷുവർലി യു ഷാൽ ഡൈ എന്ന് പറഞ്ഞപ്പോൾ സാത്താൻ പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും മരിക്കില്ല. When Eve said that lest you die, and when God said you shall surely die, Satan confused it and said that you will not die. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ പരമസത്യത്തിൽ നിന്നും സാത്താന്റെ പരമ കള്ളത്തിൽ നിന്നും ഉള്ള ബ്രിഡ്ജായി നിന്നത് ഹവ്വയുടെ ദുർവ്യാഖ്യാനമാണ്. What happened between the ultimate truth of God and the ultimate lie of Satan, the bridge that happened was the misinterpretation from Eve. മനസ്സിലാവുന്നുണ്ടോ? ദൈവം പറഞ്ഞ സത്യം പരമസത്യം, സാത്താൻ പറഞ്ഞത് പച്ച കള്ളം. ഇതിനെ നമ്മെ ബന്ധിപ്പിച്ചത് എന്തുവാ? ഹവ്വയുടെ ദുർവ്യാഖ്യാനം.
what caused the bridge to form between God's ultimate truth and Satan's ultimate lie was Eve's misinterpretation. ദൈവത്തിന്റെ സത്യത്തെ നിങ്ങൾ ശരിയായി ധരിച്ചാൽ, ശരിയായി വ്യാഖ്യാനിച്ചാൽ, നിങ്ങൾ ഒരിക്കലും സാത്താന്റെ കള്ളത്തിൽ വീഴത്തില്ല. If you discern the truth of God, you will not, the ultimate truth of God, you will not fall for Satan's lies. ഇവിടെ റെയിൻബോയുടെ പടവും വെച്ച് മറ്റാൾക്കാരെയൊക്കെ ഒരിക്കലും ദൈവസഭയോടോ ദൈവനീതിയോട് ഉൾക്കൊള്ളാൻ കഴിയാത്തവരൊക്കെ ഉൾക്കൊള്ളുന്നവർ ചെയ്യുന്നതിതാ അവർ ദുർവ്യാഖ്യാനിക്കുക. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ പരമസത്യത്തെ, അതാണ് റോമലേഖനത്തിൽ പറഞ്ഞത്, അവർ ദൈവത്തിന്റെ പരിജ്ഞാനത്തെ കോട്ടിക്കളഞ്ഞ സ്തോത്രം അനുഭവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. We see in Romans it mentions that these people who did not understand the ultimate truth of God was moved away from it. ഹവ്വ പറഞ്ഞത് എന്താ അറിയോ? ഹവ്വ കഴിച്ചിട്ട് ചത്തോ? ഇല്ല. സാത്താൻ പറഞ്ഞത് നീ ഒരിക്കലും മരിക്കുകയില്ല. സാത്താൻ പറഞ്ഞത് എന്തുവാ? ഫിസിക്കൽ ഡെത്ത് ഉണ്ടാകത്തില്ല. ദൈവം പറഞ്ഞ മരണവും സാത്താൻ പറഞ്ഞ മരണവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. The difference between the death that God mentioned and Satan mentioned is very different, because God was talking about ദൈവം പറഞ്ഞ മരണവും ഹവ്വ ധരിച്ച മരണവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. There was a difference between the death that God spoke and the death that Eve was thinking about. ആദവും ഹവ്വയും മരിച്ചോ? Did Adam and Eve die? ദൈവം പറഞ്ഞ മരണം സംഭവിച്ചു. The death that God told happened. എന്നാൽ ഹവ്വയും ആദവും ധരിച്ച അല്ലെങ്കിൽ സാത്താൻ പറഞ്ഞ മരണം സംഭവിച്ചില്ല. But the death that Adam and Eve thought and that Satan talked about did not happen. This is deception. Hallelujah. This is what deception is. That allowed Eve to deceive Adam. See, I am alive. കള്ളം പറഞ്ഞ് എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇത്രയും കുഴപ്പമുണ്ടാക്കിയിട്ട് എനിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞ് അച്ചായൻ അമ്മാമ്മയും അമ്മാമ്മ അച്ചായനെയും, ഇതാണ് പല വീടുകളിലും സംഭവിക്കുന്ന കാര്യമാണ്. അച്ചായൻ പക്ഷെ നല്ലതായിരിക്കും, പുള്ളി പാവമായിരിക്കും, പക്ഷെ അമ്മാമ്മ ഒന്നാന്തര സാധനമായിരിക്കും. ഒന്നിൽ അമ്മാവ് പാവമായിരിക്കും, അച്ചായൻ ഇത് ഇങ്ങനെ വരത്തുള്ളൂ. സ്തോത്രം. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇവിടെ ആരാ ഏറ്റവും എന്ന് പറഞ്ഞ പല മേഖലകളിൽ പലരും ഭയങ്കര മാസ്റ്റേഴ്സാണ്. Over here we see that Eve did deceive Adam and said, see, I am still alive. And in many relationships we see that opposite natures happening. ഇത് വശമാക്കുവാൻ, ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ തക്കം പാർത്ത് ശത്രുവായ സാത്താൻ ഇപ്പോഴും നമ്മളുടെ എല്ലാ വീടുകളുടെ പുറത്തുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. One thing we should understand, that Satan is trying to take advantage of this type of situation, and we should understand that. ദൈവ സാന്നിധ്യത്തിൽ പുറത്തു പോകുമ്പോൾ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ ഈ ശക്തികൾ അടുത്തു വരും. അതുകൊണ്ട് ഞാൻ മിടുക്കനാണ്, ഞാൻ മിടുക്കിയാണെന്ന് ധരിക്കരുത്. സ്വതന്ത്രം നോക്ക്, ഞാൻ മരിച്ചില്ല എന്ന് പറഞ്ഞ് ഹവ്വ വളരെ സ്മാർട്ടായിട്ട് പോയി അച്ചാനും കൊടുത്തു, അച്ചാനും തന്നു. When we go outside the presence of God, this is when Satan tries to take influence and use it to deceive us, just like how we see over here where Eve deceived Adam. ആരാണ് ബുദ്ധിയുള്ളതെന്നറിയാമോ? Do you know who is smart? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? ഹല്ലേലൂയ. Is there anybody wise who is seeking God? Praise the Lord. യെരമ്യാ പ്രവചനം 26-ാം അധ്യായം 8 മുതൽ 11 വായിക്കുമ്പോൾ അവനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഇവൻ വായിക്കുന്നില്ല, അവന്റെ ഭാഗം പറയുന്നുണ്ട്, ഇവൻ മരിക്കണം, മരണയോഗ്യൻ എന്ന് പറയുന്നുണ്ട്. സ്തോത്രം. അവിടെ ഉപയോഗിക്കുന്നത് സ്തോത്രം അവനെ ഫിസിക്കലി കൊല്ലാൻ വേണ്ടിയാണ് നോക്കുന്നത്. ആ ഫിസിക്കൽ മരണത്തോടാണ് ഹവ്വയും ആദാമും അവിടെ ഉദ്ദേശിച്ചു പറഞ്ഞത്. Over here in Jeremiah chapter 26, we read that it talks about Jeremiah that he deserves the sentence of death. It talks that is a type of death that Adam and Eve was thinking about. നിങ്ങൾക്കറിയാമോ, 2 കൊരിന്ത്യർ ലേഖനത്തിൽ 3-ാം അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യം പറയുന്നുണ്ട്. സ്തോത്രം. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിലുണ്ട്. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വലുതും സങ്കല്പിക്കാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം അത്രേ. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷക്കാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷക്കാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. In 2 Corinthians chapter 3 verses 4 to 6 we read, such is the confidence that we have through Christ our God, not that we are sufficient in ourselves to claim anything has coming from our, but our sufficiency is from God, who has made us sufficient to be ministers of the new covenant, not of the letter but of the Spirit, for the letter kills but the Spirit gives a life. പ്രിയമുള്ളവരെ, ഈ കാലയളവിൽ ശത്രു ദൈവത്തിന്റെ വചനം പോലും ഉപയോഗിച്ച് ആളുകൾ തിരിച്ചുകൊണ്ടിരിക്കുക. In this type of world that we are living in, Satan is using the word of God to confuse us. നിങ്ങൾ ദൈവത്തിന്റെ വചനം ഉപയോഗിച്ച് എങ്ങനെ ഹവ്വയെ തെറ്റിച്ചത് എന്തുവാ പറഞ്ഞത്?
ദൈവം പറഞ്ഞ വാക്ക് തന്നെ അവൻ കോട്ടിയാണ് ഹൗവയെ ചതിച്ചത് അല്ലേ? We know that Satan used the word of God and misinterpreted and deceived Eve. എന്ന് പറയുന്നത് പോലെ ഈ നാളുകളിൽ ആത്മാവിന്റെ പിൻബലത്തിൽ നാം പോയില്ലെങ്കിൽ നാം ചതിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. That is why he said we have to follow after the Spirit of God, lest we be deceived. അടുത്തതായി നാം കാണാൻ കഴിയുന്നത് ഹൗവ ചെയ്ത തെറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഫോക്കസ് ഓൺ മാൻസ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ മാനുഷികമായ നിലയിൽ ദൈവത്തിന്റെ വചനത്തെ വ്യാഖ്യാനിച്ച് അഡാപ്റ്റ് ചെയ്ത് അതിനെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടിരുന്ന ഒരു നിയമമാക്കി മാറ്റി. The third thing that we see that Eve legalized man's interpretation is legalism. Legalism. She used legalism as a mistake. Yeah. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ദൈവത്തോട് നിങ്ങൾ തുല്യരാകുമെന്നുള്ള ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ശത്രു ആയ സാത്താൻ ഹൗവയോട് പറഞ്ഞത്. What Satan told Eve is that you will not be able to live under the word of God. പറഞ്ഞെന്താ? നീ ദൈവത്തെ പോലെ. What he said is like you will be like God. അത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. We know that will never happen. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ അത് സത്യമാണ്. ഊവെന്ന ദൈവത്തോളം സാധാരണ ശ്രമിച്ചത് ദൈവത്തെ പോലെ അല്ലയോ? അവൻ ആകാൻ ശ്രമിച്ച് പൂർണ്ണമായും പരാജയപ്പെട്ട് ശവന്റെ ചത്തോ ഇല്ല. അവൻ പറഞ്ഞു മരിക്കില്ല നിശ്ചയം. സത്യമാണ്, അവൻ മരിച്ചില്ല. ദൈവത്തോട് മരുന്ന് സാത്താൻ മരിച്ചില്ല. പക്ഷേ അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ആത്മമരണം സംഭവിച്ചു. അതേ അനുഭവത്തിലേക്കാണ് സാത്താൻ സംഭവിച്ച അതേ അവസ്ഥയിലേക്ക് മനുഷ്യനെയും ദൈവത്തിൽ നിന്ന് അകറ്റുവാനിടയായി. Over here we see that Satan tried to be God and that did not happen, and what happened to him, he did not die, but he had a spiritual death that happened in his life, and he wanted to use the same experience to happen to the humans to be away from God. ദൈവത്തിന്റെ നിയമങ്ങളിലുള്ള അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശമാണ് അതിലെ അക്ഷരങ്ങളെക്കാൾ ശക്തിയുള്ളത്. The spirit of the law is more great and more stronger than the letter of the law. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, നാം ഈ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിൽ പ്രസംഗിച്ചാലേ നമുക്ക് പ്രയോജനപ്പെടുത്തുള്ളൂ. When we talk from the word of God, only when we have the influence from the Spirit of God, then it would be beneficial. അതുകൊണ്ട് യേശു കർത്താവിനെതിരെ പറഞ്ഞ മർക്കോസിന് സുവിശേഷം 2-ാം അധ്യായം 23 വാക്യം വായിക്കുമ്പോൾ ശിഷ്യന്മാര് ഗോതമ്പ് വയലിലൂടെ പോയപ്പോൾ അത് പിഞ്ചി കഴിച്ചവ പറഞ്ഞതാണ് ശബത്ത് നാളിൽ അവരെ ശുദ്ധീകരിക്കുന്നില്ല. കർത്താവ് എന്താണ്? ശബത്ത് മനുഷ്യന് വേണ്ടിയല്ല, മനുഷ്യൻ ശബത്തിന് വേണ്ടിയല്ല. Over here, when we read in Mark chapter 2, we see that the disciples were walking with Jesus and they ate some of the grain, and the Pharisees told them that, look, they made the Sabbath unholy, but what Jesus told them was the Sabbath was made for man and not man for the Sabbath. പ്രിയമുള്ളവരെ, we have to check on our heart. നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കി നോക്കുന്നത്. One thing we should understand that God sees in our heart. പലപ്പോഴും നമ്മൾ പറയും നിയമങ്ങളെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട്, സ്തോത്രം എന്ന് പറഞ്ഞാൽ ഈ വക എഴുതപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഇന്റർപ്രറ്റ് നമ്മൾ വ്യാഖ്യാനിക്കുന്ന നിയമങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കും. മനുഷ്യന്മാർ ചെയ്ത കാര്യത വ്യാഖ്യാനിക്കും, പക്ഷേ ഹൃദയത്തിൽ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥ. We can say that we are following the laws and we are discerning the law, but what God looks into is our heart. സദസ്യവാക്യങ്ങൾ 21-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. In Proverbs chapter 21 verse 2 we read, every way of a man is right in his own eyes, but the Lord weighs his heart. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മെക്കുറിച്ച് ആഗ്രഹമുണ്ട്. God has a desire about us. God has a desire about us. ദൈവത്തിന് നമ്മെക്കുറിച്ച് ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷിച്ച് വീണ്ടെടുത്ത നാൾ മുതൽ ദൈവം ശില്പിയായ കർത്താവ് നമ്മിൽ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. What God has a desire for us is to the day that we got saved, He wants to redeem us into His form or reform us into His form. ദൈവം എപ്പോഴാണ് തൃപ്തനാണെന്നറിയാമോ? ദൈവം തൃപ്തനാകുന്നത് നമുക്ക് നല്ല മസിൽ വരുമ്പോഴല്ല. ദൈവം തൃപ്തനാകുന്നത് നമ്മൾ നല്ല സൗന്ദര്യത്തോടെ ഇരിക്കുമ്പോഴല്ല. പ്രഷറും ഷുഗറും ഡയബറ്റിക്കും ഒന്നും ഇല്ലാത്ത ആള് അതല്ല ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം തന്റെ പുത്രന്റെ രൂപത്തോട് നാം എന്ന് സാദൃശ്യപ്പെടുന്നു. അതാണ് ദൈവം നമ്മെ കുറിച്ച് കാണുന്ന സ്വപ്നം. What God desires from us is not to be healthy or not to have any sort of diseases, but what He desires from us is to have the transformation just like His Son. സൗന്ദര്യം എന്ന കാര്യം പറയാൻ ഓർമ്മല്ലേ? സ്തോത്രം. ആത്മ മനുഷ്യന്റെ സൗന്ദര്യം എന്ന കാര്യം പറയുന്നത് ഇവിടെ പറയുന്നതാണ് 1 Corinthians 2-ാം അധ്യായം
9 മുതൽ 15 1 2 അധ്യായം 9 മുതൽ 16 വരെ നമുക്ക് സൗന്ദര്യം വരുന്ന കാര്യം പറയാൻ പോവാം. In 1 Corinthians chapter 2 verses 9 to 16, this is what it says. എന്താണ് വായിച്ചാട്ടെ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അയൽവക്കക്കാരന്റെ പെൻഷൻകാരൻ നോക്കിയാൽ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ അതല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ പറഞ്ഞാ, എന്താണ് ദൈവം ഒരുക്കിയിട്ടുള്ളത്? ഒരു കണ്ണ് കാണാത്തതും ഒരു ചെവി കേൾക്കാത്തതും ഹൃദയത്തിൽ തോന്നാത്ത കാര്യം എന്താ? നമ്മൾ പറയുന്ന സാധനം അല്ല. പറ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മാനുഷാത്മാവല്ലാതെ മനുഷ്യരിൽ അറിയും. അവനും തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മികനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. Praise the Lord. Hallelujah. Have the same attitude that ക്രിസ്തുവേക്കുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഈ ഭാഗം നിങ്ങൾ ഒന്നുകൂടെ വീട്ടിൽ പോയി വായിക്കണം. Praise God. ഇവിടെ പറയുന്ന കാര്യം ഒരു സംക്ഷിപ്ത രൂപം ഞാൻ പറയാം. We need to have the same attitude of God. I need you to go back and read the same verse over again. Praise the Lord. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ നിന്ന് പ്രസംഗം കേട്ട് സ്തോത്രം പറയുന്നതുകൊണ്ട് നമുക്ക് രൂപാന്തരം വരുന്നില്ല. If we listen to the message and we say and we are giving praise, it should not bring a change in it. ഒരു പ്രാർത്ഥന പോലും മുടക്കാതെ എല്ലാ പ്രാർത്ഥനകളും പോകുന്നതുകൊണ്ട് നമുക്ക് രൂപാന്തരം ഉണ്ടാകില്ല. Even if we go through every prayer that is there, it will not transform us. ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ മാനുഷികമായി നിങ്ങൾ മനസ്സിലാക്കിയാലും നിങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകുന്നില്ല. Even if I tell all the things and you have a worldly understanding to it, it will not bring a change in the life. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഈ വചനത്തോടൊപ്പം ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്താണ് ആത്മീകമായി വിവേചിക്കേണ്ട തരത്തിൽ ഇതിനെ ഗ്രഹിക്കാൻ കഴിയുള്ളൂ. Only if we combine the Holy Spirit with what we are listening from the word of God, then only will we spiritually be able to discern it. ഞാൻ പറയുന്ന ഇതേ കാര്യം നിങ്ങൾ സ്തോത്രം പറയുമ്പോൾ പ്രാകൃതനായ മനുഷ്യൻ പറയും ഇത് ഭോഷത്വമാണ്. When I say this and you praise God, but our inner man will say that this is fallen. Praise the Lord. Hallelujah. ഒരു കാര്യത്തിന് ദൈവസന്നിധിയിൽ ആത്മാവിൽ ഏൽപ്പിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വചനം ആത്മാവിൽ ക്രിയ ചെയ്യണം. For us to have a transformation in our life, we have to make sure that the Spirit of God is combined with the Word of God in our life. Praise God. അതുകൊണ്ട് ദൈവം പറയും, ദൈവം നോക്കുന്നത് എപ്പോഴും നിങ്ങൾ പുറമേ കാര്യം നമ്മൾ പലപ്പോഴും നമ്മൾ സാറ്റിസ്ഫൈഡ് ആ ഞാൻ ഇന്ന കാര്യമൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല അങ്ങനെ. പക്ഷേ ദൈവം നോക്കുന്നത് ഹൃദയത്തെയാ. ഹൃദയത്തിൽ നാം ദൈവവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കും. What God looks into is our heart. He does not look into the outward experience, but പുറമേ ഉള്ള കാര്യങ്ങളെല്ലാം തെറ്റേ. പുറമേ കാര്യങ്ങളിൽ നാം വ്യക്തം, പക്ഷെ പുറമേ ഉള്ളതിൽ മാത്രം നാം സാറ്റിസ്ഫൈ ആകരുത്. നമ്മുടെ അകത്തെ മനുഷ്യനും ദൈവസന്നിധിയിൽ ആത്മീകമായി വളരുവാൻ ഇടയായി തീർന്നെങ്കിൽ മാത്രമേ പുറമേ ഉള്ളത് കൊണ്ട് പ്രയോജനമുള്ളൂ. ഞാൻ പറഞ്ഞത് we should not be satisfied with our outward expectation, but we should also make sure that our inward aspect has a straight relationship with God. ഇവിടെ ഹവ്വയ്ക്ക് സംഭവിച്ചത്, ഹവ്വ ദൈവമായ സഹവാസം ഉണ്ടായിരുന്നു, കൂട്ടായ്മ ആചരിച്ചു, ദൈവം കൊടുത്ത കൽപ്പന അവർക്കുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ദൈവം പറഞ്ഞ കൽപ്പനയുടെ ഉദ്ദേശം ഉൾക്കൊള്ളുവാൻ ഹവ്വയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ്. Over here we see that Eve might have had a close presence with God. She walked with God every day, but she did not have the straight relationship or the true relationship with God. നമ്മൾ കേൾക്കുന്നവർ തങ്ങളെ തന്നെ ചതിക്കരുതെന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലേ? We read in the Word of God that we should not be deceived by the word. പ്രിയമുള്ളവരെ, പ്രസംഗം കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സ്തോത്രം. കേട്ടിട്ട് തങ്ങളെ തന്നെ ചതിക്കരുത്. Believers, it's okay if you're not listening to the Word of God, but we should not be deceived by it. എങ്ങനെയാ ഡിസീവ് ചെയ്യുന്നതെന്നറിയാമോ? How? Where is the deception lies? ദൈവവചനം ഏത് ഉദ്ദേശത്തോടെ നമ്മെ ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുന്നു ആ ഉദ്ദേശത്തിൽ ആത്മാവിന്റെ വിവേചനത്തിൽ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് ചതിവായി ഭവിക്കും.
How do we get deceived when we have our own interpretation about the Word of God and it's not through the Spirit of God? That is how we get deceived. ലോകത്തിന്റെ വഴിയിൽ പോയാൽ ചതി സംഭവിക്കും നമുക്കറിയാം. പക്ഷെ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് നിങ്ങളെ തന്നെ ചതിക്കരുതെന്ന് പറയുന്ന കാര്യം എന്നറിയാമോ? ഏത് ആത്മാവിനാൽ എഴുതപ്പെട്ടോ ഏത് ആത്മാവിനാൽ ഇത് ഉച്ചരിക്കുന്നോ അതേ ആത്മാവിൽ ഇതിനെ ഏറ്റെടുത്ത് വിവേചിച്ച് അതിൻ പ്രകാരം ജീവിപ്പാൻ ശ്രമിച്ചില്ലെങ്കിൽ അത് നമുക്ക് ചതിവായി ഭവിക്കും. If we do not live by the Word of God, or we do not discern spiritually the Word of God, then it would be a deception to us. അതുകൊണ്ടാണ് ദേവദാസന്മാർ പറയുന്നത്, പ്രസംഗം കേൾക്കാതിരിക്കുമ്പോൾ ഉറങ്ങി തൂങ്ങി വായിക്കൊണ്ടിട്ടിരിക്കാതെ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥനയോടെ ഇരിക്കണം എന്ന് പറയാൻ എന്തുകൊണ്ടാണ് അറിയാമോ? പ്രാർത്ഥനയാൽ അല്ലാതെ ഇത് ഗ്രഹിപ്പാൻ കഴിയത്തില്ല. That is why the men of God, when they preach over here, they say that we should be sitting over here through prayer, because without prayer you cannot understand the Word of God. പാസ്റ്റർ എത്ര നല്ല പ്രസംഗകനായാലും പാസ്റ്റർക്ക് എത്ര പഠിത്തം ഉണ്ടെങ്കിലും എത്ര തിയോളജിക്കൽ നോളജ് ഉണ്ടെങ്കിലും നമുക്ക് രൂപാന്തരം വരണമെന്നില്ല. No matter how much good the preacher is or how much knowledge he has in theology, it's not necessarily that it would bring a transformation in our life. കേൾക്കുന്ന നിങ്ങൾക്ക് എത്ര തിയോളജി, എത്ര ഭാഷാ പരിജ്ഞാനമുണ്ടോ, എത്ര ലാംഗ്വേജ് ഉണ്ടോ ഒന്നുമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ മാത്രമേ ഈ വചനം പൊരുൾ തിരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ കഴിയുള്ളൂ. Even if we have a lot of education in theology, unless we are discerning the Word of God spiritually, it would not be any benefit to us. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. The spirit of the letter of the law kills, but the spirit of ഹവ്വയ്ക്ക് പറ്റിയ തെറ്റ് എന്ന് പറയുന്നത് ഹവ്വ വചനത്തോട് കൂട്ടിച്ചേർത്തു. What the deception that happened to Eve was she added to the Word of God. നാം ആരും വചനത്തോട് കൂട്ടിച്ചേർക്കരുത്. We should not add anything to the Word of God. ഒരു വഴിയെങ്കിലും പുള്ളിയെങ്കിലും തെറ്റരുത് കേട്ടോ. Not even ദൈവത്തിന് കണക്ക് പറയേണ്ടി വരും. We would be answerable to God. രണ്ടാമതായി മിസ്ഇന്റർപ്രറ്റിംഗ്, ദുർവ്യാഖ്യാനം ചെയ്തു. The second was misinterpretation. മൂന്നാമതായി ചെയ്തതെന്ന് പറഞ്ഞാൽ വചനത്തിന്റെ പിന്നിലുള്ള ആത്മശക്തിയോടെ അത് ഏറ്റെടുക്കുവാൻ കഴിയാതെ അക്ഷരത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവർ വീഴുപോകാനിടയായി തീർന്നു. The third was she was dependent on the letter of the law rather than the spirit, and that cost her down. ഒരു വാക്കിൽ പിടിച്ച്, ഒരു ചിന്തയിൽ പിടിച്ച്, ഒറ്റ കാര്യത്തിൽ പിടിച്ച് നമ്മുടെ ആത്മീയത്തെ മുഴുവൻ തകർത്ത് കളയരുത്. Just through one word or through one sentence, we should not let our spiritual life. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നെന്ന് ഈ ദിവസത്തിൽ തിരിച്ചറിയുവാൻ നമുക്കിടയായി തീരട്ടെ. വീട് പോകാതെ നിൽക്കുന്നു തോന്നുന്നു, വീഴാതിരിക്കാൻ ഇടയായി തീരട്ടെ എന്ന് നമ്മുടെ ദൈവം സമർപ്പിക്കാം. We should submit ourselves to understand that we have a discernment of what the Spirit has its purpose and plan in our life. ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. Let us pray. അപ്പോൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ സ്തുതിക്കുന്നു. ഈ പകൽക്കാലം പാതയുടെ അടുത്ത് വന്നങ്ങേ ആരാധിപ്പാൻ സ്തുതിപ്പാൻ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കടന്നു വന്ന നിമിഷങ്ങളിൽ ഇതുവരെ അവിടുത്തെ കൃപയടികളോട് കൂടെ ഇരുന്നല്ലോ. അവിടുത്തെ സാന്നിധ്യത്തിനായി, അവിടുത്തെ അനുഗ്രഹത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. പാടുവാനും പ്രാർത്ഥിപ്പാനും കൃപ തന്നതിനായി സ്തോത്രം. അങ്ങയുടെ വചനം ശ്രവിപ്പാൻ കൃപ തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം അറിയുവാൻ കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സാക്ഷ്യങ്ങളിൽ കൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങിപ്പോകുവാൻ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കേൾപ്പിച്ച ദൈവികാലോചന അടിയങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി തീരുവാനിടയാക്കണമേ. വീണുപോകുന്നവരായി തീരാതെ കർത്താവേ, ദൈവവചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാൻ, ആ വചനത്താലുള്ള വിടുതൽ പ്രാപിച്ചു മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, വചനം ഗ്രഹിപ്പാനുള്ള കൃപ നൽകുമാറാകണമേ. വചനം സംസാരിപ്പാൻ അങ്ങയുടെ പ്രത്യയോടൊന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ അധികം ദൈവകൃപ പ്രാപിച്ചു മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സാത്താന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ, അവന്റെ തന്ത്രങ്ങൾ എന്തെന്ന് തിരിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ആ കൃപയ്ക്കായി ഞങ്ങൾ പിന്നെയും യാചിക്കുന്ന കർത്താവേ, അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തണമേ. കൃപ പൊതിഞ്ഞ് കാക്കണമേ. പിന്നെയും ശുശ്രൂഷിപ്പാനുള്ള ബലവും ആരോഗ്യവും നൽകണമേ. റോൺസിക്കായി സ്തോത്രത്തിന്റെ ദാസനെയും ബലപ്പെടുത്തണം. കൃപയിൽ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചക്കാലത്തെ എല്ലാ കൂട്ടായ്മകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഉപവാസ പ്രാർത്ഥന അനുഗ്രഹമായി തീരുവാൻ, അത് വിടുതലായി തീരുവാനിടയാക്കണമേ. യാത്ര ചെയ്ത് കടന്നു വരുന്ന യോജിച്ചാൻ കുടുംബം അവരെ അനുഗ്രഹിക്കണം. എല്ലാ ആവശ്യങ്ങളിലും കൃപ പൊതിഞ്ഞു കാക്കണം. സഭയായി ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ ഉള്ള അവസ്ഥ അറിയുന്ന ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉടയവൻ അവിടുന്നാണ്, ഞങ്ങളുടെ പ്രാണപ്രിയൻ അവിടുന്നാണ്. അവിടുത്തെ കൃപ കൊണ്ട് പുതിയ കരങ്ങളിൽ വഹിച്ചു കൊള്ളണം. പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം.
യേശുപ്പത്തിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് കരങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ യഹോവ ഈ മനസ്സ ഉടയ മഹോന്ന പരനെ വന്ദനം നിനക്ക്. ആമേൻ. മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്ക്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവുമായി പരിശുദ്ധാത്മാവിന്റെ സംസർഗ സഹവാസം കൂട്ടായ്മയ്ക്ക് അവിടെ നമ്മുടെ നാമോട്ട് വിഷയങ്ങളും ദൈവസഭയിലെ എല്ലാ ഭവനങ്ങളും ലോകപാഠം സ്വലഭിഷ്ടന്മാരുടെ കൂടെ കർത്താവിന് അവരെ ദൈവം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം തോൽക്കാൻ ചെയ്ത സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.